എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യ പിതാവാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ പടച്ചത് കളിമണ്ണിൽ നിന്നാണ്. എന്നാൽ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയാകുന്ന മഹദിയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പടച്ചത് കളിമണ്ണിൽ നിന്നെല്ലാം മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടത്തെ ഭാര്യയിൽ നിന്നാണ്. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉറങ്ങിക്കിടക്കുന്ന നേരം അനസ്റ്റേഷൻ ചെയ്തുകൊണ്ടാണ് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വാരിയല് വലിച്ചൂരിയെടുത്ത് മഹദിയായ ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു പടച്ചു. എന്നാൽ എന്റെ പ്രിയപ്പെട്ട അങ്കടിമുഖറിന്റെ വിജ്ഞാന സദസ്സിലിരുന്നവരെ, ഇവിടെ ബുദ്ധിയുള്ള മനുഷ്യനിക്ക് ചിന്തിക്കാനുതകുന്ന കാര്യം, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യ പിതാവാകുന്ന ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളിമണ്ണിൽ നിന്ന് പടച്ചതുപോലെ അവിടുത്തെ ഇണയാകുന്ന ഭാര്യയാകുന്ന ഹവ്വാ ബീബി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു തആല എന്തേ വേറെ ഒരു കളിമണ്ണ് കൊണ്ട് പടച്ചില്ല? അല്ലാഹു തആലാക്ക് മണ്ണുകൊണ്ട് പടക്കണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഭരണാധികാരികളിൽ നിന്നോ രാഷ്ട്രീയ മേലാളന്മാരുടെ അടുത്ത് പോയി അപേക്ഷ കൊടുക്കേണ്ട ആവശ്യമില്ല. എല്ലാം അല്ലാഹുവിന്റെ ഇഷ്ടമാണ്. പിന്നെ എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആദ്യ പിതാവാകുന്ന ആദം അലൈഹിസ്സലാമിന്റെ ഭാര്യയെ വേറെ ഒരു കളിമണ്ണിൽ നിന്ന് അല്ലാഹു പടക്കാതെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയിൽ നിന്ന് പടക്കാനുള്ള കാരണം എന്താ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയാണ്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനൂ ഇലൈഹാ. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഭാര്യയിൽ നിന്ന് തന്നെ പടക്കാനുള്ള കാരണം എന്തെന്നറിയോ? പെണ്ണ് എന്നുള്ളതിന്റെ പ്രിയപ്പെട്ടവരെ ഒരു ആണിന് സമാധാനം കൊടുക്കാനാണ്. അല്ലാഹു ഒരു ആണിന് പെണ്ണ് കൊടുക്കുന്നത് സമാധാനത്തിന് വേണ്ടി. എന്ത് സമാധാനം ഉണ്ട് എല്ലാവർക്കും? പെണ്ണ് കെട്ടിട്ട് സമാധാനമുള്ള കൈവക്കിയ യാ ബദരീങ്ങള് അവിടെ സ്ക്രീൻ ഉണ്ടോ ഉസ്താദെ? ഒന്ന് കാണിച്ചു കൊടുത്തേ. ഈ ഭർത്താക്കന്മാർ ഒടുങ്ങിപ്പോയി. നിങ്ങൾക്ക് ആർക്കും സമാധാനം ഇല്ലേ? ഉള്ളാളൊന്ന് കൈവക്കിയാന്ന് ഉഷാറായിട്ട്. ആ ചക്കനെ കൈവക്കുന്നുണ്ടല്ലേ? പെണ്ണ് സമാധാനത്തിന്. അതുകൊണ്ടാണ് വീടിന് പേര് മസ്കൻ എന്നായത്. മസ്കൻ എന്ന് പറഞ്ഞാല് സമാധാനം കിട്ടുന്ന സ്ഥലം അല്ലേ? നല്ല ഭാര്യയാണെങ്കിൽ ഒരു വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് അതല്ലേ, ഖൈറുൻ നിസായി ഇദാ നളത്ത ഇലൈഹാ സറത്തുക. അവളെ നീ നോക്കിയപ്പോൾ തന്നെ ഒരുപാട് ടെൻഷനുകളും പ്രയാസങ്ങളും പരിഭവങ്ങളും പരാതികളും ബിസിനസിന്റെ തകർച്ചയും കടബാധ്യതകളും എണ്ണിയാലൊതുങ്ങാത്ത ഒരുപാട് വിഷമങ്ങളോടുകൂടെ വീട്ടിലേക്ക് കയറുമ്പോ നിന്റെ ഭാര്യ നിന്നെ സ്വീകരിക്കാൻ ഒരുങ്ങി വരുമ്പോ നിന്റെ ടെൻഷൻ എല്ലാം പോകും. ഇന്ന് ഭാര്യമാരെ കണ്ടാൽ ടെൻഷൻ കൂടുന്നതാ കുറയുന്നതാ? കൂടുന്നതാ കുറയുന്നതാ? ഇൻഷാല്ലാഹ് നമുക്ക് ചർച്ച ചെയ്യാം. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ മഹാന്മാർ പോലും പറയാണ്, ഇദാ ലം തകും ഫീ മൻസിലിൽ മർഇ ഹുറത്തുൻ തുദബ്ബിറുഹു ളാഅത് മസാലിഹു ദാരിഹി. ഒരു വീടിനെ നിയന്ത്രിക്കുന്ന നല്ല പെണ്ണ് വീട്ടില്ല എങ്കിൽ ആ വീടിന്റെ സർവ്വ നന്മകളും നശിച്ചു പോവാം. ഒരു വീടിന്റെ പ്രധാനമന്ത്രിയാണ് ആര്? പെണ്ണ്. അൽ മർഅതു സയ്യിദത്തു ബൈതിഹി. ഒരു ആണിന്റെ വീടിന്റെ നേതാജ്ഞിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ പെണ്ണ് എന്ന് പറയുന്നത്. നല്ല പെണ്ണ് വീട്ടിലില്ല എങ്കിൽ അവിടുത്തെ കുടുംബം നന്നാവൂല്ല, മക്കൾ നന്നാവൂല്ല, വഴി പിഴച്ചു പോകുമെന്നുള്ളതിന്റെ മഹാന്മാർ പറയാം. ഒന്നാമത്തെ കാരണം അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പെണ്ണ് സമാധാനത്തിന് വേണ്ടി എന്ന് പറഞ്ഞാൽ, രണ്ടാമതായി അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയാണ്, എന്റെ പ്രിയപ്പെട്ട അങ്കടമുഖറിന്റെ പെരുന്നാപ്പറമ്പിൽ ഒരുമിച്ച് കൂടിയ മുസ്ലിമേ,
പെണ്ണ് കെട്ടിയവരെ, പെണ്ണ് കെട്ടാൻ പോകുന്നവരെ, നിനക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ഇണയെ തരുന്നത് എന്തിനെന്നറിയോ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു പെണ്ണിനെ തന്നറിയോ? കേവലം ശാരീരികമായ ഭോഗത്തിന് മാത്രമല്ല, ലൈംഗികാസ്വാദനത്തിന് മാത്രമല്ല. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയാണ്, പെരുന്നാപ്പറമ്പിൽ ഒരുമിച്ച് കൂടിയവരെ, നിനക്ക് അല്ലാഹു നിന്റെ ഭാര്യയെ തന്നത് എന്തിനെന്നറിയോ? ജുഇലത്ത് നഈമതുഹാ ബിർറജുൽ. ഒരു പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളെയും നോക്കി നടത്തേണ്ടത് ഒരു പുരുഷനാണ്. ഒരു പെണ്ണിന് ജനിച്ചത് മുതൽക്ക് മരണം വരെ പ്രൊട്ടക്ട് കൊടുക്കേണ്ടത് ഒരു ആണാണ്. ജനിച്ചപ്പോ 18 വയസ്സ് വരെ കല്യാണം കഴിച്ചു വിടുന്നത് വരെ അവളുടെ വാപ്പ, കല്യാണം കഴിച്ചാൽ പിന്നെ ഭർത്താവ്, പ്രായാധിക്യം ചെന്ന് ഉമ്മയായാൽ പിന്നെ അവളുടെ മകൻ. പെണ്ണിനെ മുഴുവനും സംരക്ഷിക്കേണ്ട ചുമതല. എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണിനെ കയറൂരി വിടാൻ പറ്റൂല എന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണെന്ന് പറഞ്ഞാൽ നമ്മുടെ അധികാരത്തിലുള്ളവളാണെന്ന് കരുതിപ്പോകരുത്, നമ്മുടെ അധീനത്തിലുള്ളവളാണെന്ന് കരുതിപ്പോകരുത്. പെണ്ണെന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അടിമയെ പോലെ കൊണ്ടു നടക്കാനുള്ളവളല്ല, കുറ്റപ്പെടുത്തി ആട്ടി ഓടിക്കപ്പെടാനുള്ളവളല്ല, വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കരിയും പുരണ്ടുകൊണ്ട് മാത്രം ജീവിക്കാനുള്ളവളല്ല. നിന്റെ പ്രിയപ്പെട്ട മക്കളെ പരിപാലിക്കാനും, എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ ഒരുപാട് മോശത്തരങ്ങളെ കൊണ്ടു നടക്കാനുള്ളവളല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിനക്ക് പെണ്ണിനെ തന്നതെന്തിനെന്നറിയോ? നിനക്ക് അല്ലാഹു അങ്കടിമകറിന്റെ പെരുന്നാപ്പറമ്പിലുള്ള നിന്റെ വീട്ടിലേക്ക് ഒരു സാദർമണിയെ നീ കൊണ്ടുവന്നത് എന്തിനെന്നറിയോ? ഒരു കരാറുണ്ട് മോനെ, ജുഇലത്ത് നഈമതുഹാ ബിർറജുൽ. ഒരു പെണ്ണിന്റെ എല്ലാ കാര്യങ്ങളെയും നീ കല്യാണം കഴിച്ചത് മുതൽക്ക് നോക്കി നടത്തേണ്ടത് നിന്റെ ബാധ്യതയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ കാര്യവും അതുകൊണ്ടല്ലേ റസൂൽ പറഞ്ഞ, കല്യാണം കഴിക്കുന്നവന്റെ ഒന്നാമത്തെ ബാധ്യത മനിസ്തതാഅ മിൻകുമുൽ ബാഅ, ചെലവ് കൊടുക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഫല്യതസവ്വജ്, മംഗലം കഴിച്ചോ, ഇല്ലെങ്കിൽ നോമ്പ് നോക്കിയോ, മംഗലം കഴിക്കണ്ട, ആവശ്യമില്ല. ഭാര്യയെ ജോലിക്ക് വിട്ട്, അല്ലെങ്കിൽ ഭാര്യ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വിട്ട്, നിന്റെ കുടുംബത്തെ നീ പോറ്റാൻ, നിന്നെ കൊണ്ട് നിന്റെ ഭാര്യ മക്കളെ പോറ്റാൻ ജോലി ചെയ്ത് അവരെ അവിടെ നിന്ന് നല്ല നിലക്ക് ഉയർത്താൻ നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ വേണ്ട, നോക്കിക്കോ. അല്ലാഹുവിന്റെ റസൂലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ 2 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പെണ്ണിന് അല്ലാഹു നമുക്ക് തന്നത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഈ പെണ്ണും ആണും എന്നുള്ളത് കേവലം ഈ മനുഷ്യന്മാരിൽ മാത്രമല്ല, പ്രപഞ്ചത്തേക്ക് നോക്കിയാലും അങ്ങനെ തന്നെയാ. ലോകത്തേക്ക് നോക്കിയാലും ഒരാണുണ്ടാവും, ഒരു പെണ്ണുണ്ടാവും. ആകാശം ആണാണ്, ഭൂമി പെണ്ണാണ്. ആകാശം എന്ന് പറയുന്ന പുരുഷന്റെ ഭാര്യയാണ്, ഭൂമി എന്ന് പറയുന്ന പെണ്ണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയാണ്, വഅൻസൽനാ മിനൽ മുസിറാത്തി മാഅൻ സജ്ജാജാ ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാതാ വജന്നാത്തിൻ അൽഫാഫാ. ആകാശം എന്ന് പറയുന്ന പുരുഷന്റെ പരിശുദ്ധമായ മഴയാകുന്ന ഇന്ദ്രത്തുള്ളിയുണ്ടല്ലോ, ഭൂമി എന്ന് പറയുന്ന പെണ്ണാകുന്ന ആകാശത്തിന്റെ ഭാര്യയുടെ ഗർഭപാത്രത്തിലേക്ക് കടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, ഭൂമി എവിടെ നിന്ന് ഗർഭം ചുമക്കുകയാണ്. ആ ഭൂമി ഗർഭം ചുമന്നുകൊണ്ട് പ്രസവിക്കുകയാണ്. ആകാശത്തിന്റെയും ഭൂമിയുടെയും മക്കളാണ് ഭൗതിക ലോകത്തിന് ഞാനും നിങ്ങളും കാണുന്ന ധാന്യമണികള്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് സസ്യലതാദികള്, ഈ ഭൗതിക ലോകത്തിന്റെ സൗന്ദര്യത്തിന് കിളകളാരവം മുഴക്കുന്ന ഒരുപാട് കുഞ്ഞരുവികളും നദികളും, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് മരങ്ങളും ആകാശവും ഭൂമിയുടെയും മക്കളാണ്, അവിടുത്തെ സമ്മാനങ്ങളാണ്. ആകാശം ഭാര്യ, ഭൂമി, ആകാശം മറ്റേ ഭർത്താവ്, ഭൂമി ഭാര്യ. ലോകത്ത് നോക്കിയാലും ഇണകളാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല അത്ഭുതത്തോടുകൂടെ പറഞ്ഞത്, ഫസുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദ് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഏതൊരു അത്ഭുതം പറയുമ്പോൾ അല്ലാഹു തആല സുബ്ഹാന ഒരു അത്ഭുതത്തോടെയാണ് പറയുന്നത്. ഉദാഹരണം നോക്ക്, കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഇസ്രാ മിഅ്റാജിനെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ ആകാശാരോഹണം നടത്തി.
പരിശുദ്ധമായ മസ്ജിദിന്റെ നബവിയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ രാപ്രയാണം നടത്തി. എത്രയോ ആയിരക്കണക്കായ കിലോമീറ്ററുകളുള്ള ആ പരിശുദ്ധമായ രാപ്രയാണത്തെ കുറിച്ച് ഒരു അത്ഭുതമാണ് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. അതുപോലെയാണ് ഒരു അത്ഭുതത്തോടു കൂടി അല്ലാഹ് പറയാണ്, ഫസുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർള് വമിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഭൗതിക ലോകത്ത് എല്ലാത്തിനെയും ഇണകളായി പടച്ചവനാണ് പരിശുദ്ധൻ. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മനസ്സിലായി, ഒരു ആണിനെ അല്ലാഹു തആല പടച്ചാൽ എന്തായാലും ഒരു പെണ്ണുണ്ടാവും. ബേജാറാവണ്ട, എന്തായാലും ഒരു പെണ്ണുണ്ടാവും. അപ്പൊ നമ്മൾ വിചാരിക്കേണ്ട, നമ്മൾ കുറച്ച് ആണുങ്ങളായത് നമ്മൾ ചെയ്ത ഭാഗ്യം കൊണ്ടുമല്ല, പെണ്ണായത് അവൾ ചെയ്തു പോയ തെറ്റുകുറ്റം കൊണ്ടല്ല. അത് അല്ലാഹുവിന്റെ നിയമമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ചില ആണുങ്ങളാണെന്ന് ചില ആളുകൾ വിചാരിക്കുന്നു. ഭാര്യമാരോട് അധികാരം നടത്തുന്നവരുണ്ടെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അധികാരം നടത്താൻ മാത്രമുള്ളവളല്ല, കുറ്റപ്പെടുത്താനുള്ളവളല്ല, അധിക്ഷേപിക്കാനുള്ളവളല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കരിയും പുരണ്ടുകൊണ്ട് ജീവിക്കാൻ മാത്രമുള്ളവളല്ല. നിന്റെ വീടിന്റെ അകത്തളത്ത് യന്ത്രങ്ങളായി കഴിഞ്ഞുകൂടാനുള്ളവളല്ല. നിനക്ക് ഭക്ഷണം മാത്രം പാകം ചെയ്തു തരാനുള്ളവളല്ല. നിന്റെ മക്കളെ പൊന്നുപോലെ പരിപാലിക്കാൻ മാത്രമുള്ളവളല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, നിന്റെ വാപ്പയും ഉമ്മയും സകറാത്തിന്റെ ഹാലിൽ കിടക്കും അവരുടെ കൈകാലുകൾ തടകി കൊടുക്കാനും അവരെ പരിചരിക്കാനും മാത്രമുള്ളവളല്ല പെണ്ണ്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആന് പറയാണ്, അത് സൃഷ്ടിയുടെ നിയമമാ. പെണ്ണിനെ പെണ്ണാക്കിയതും ആണിനെ ആണാക്കിയതും അത് അല്ലാഹുവിന്റെ നിയമമാ. വിശുദ്ധ ഖുർആൻ നമ്മോട് പറയാണ്. അപ്പൊ എന്തായാലും എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ആണായി ജനിച്ചാൽ അവനൊരു പെണ്ണ് അല്ലാഹു ഖളാക്കിയിട്ടുണ്ടാവും. എന്തായാലും ഉണ്ടാവും. അള്ളാഹിന്റെ പരിശുദ്ധ റസൂൽ തന്നെ പറയാണ്, മാഫിൽ ജന്നത്തി അഹ്സബ്, സ്വർഗ്ഗത്തിൽ അവിവാഹിതരില്ല, എല്ലാവരും മംഗലം കഴിച്ചാളാണ്. സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ആരുണ്ടെങ്കിലും മംഗലം കഴിച്ചവരാണ്. അള്ളാഹു പോകാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ഭാര്യമാരോടൊപ്പം സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ആമീന്റെ ഉഷാറ് പറഞ്ഞു. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ പോലും പറയുന്നത് അതാണ്. സൂറത്ത് യാസീനിലൂടെ അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, സ്വർഗ്ഗത്തിൽ അവിവാഹിതരില്ല പ്രിയപ്പെട്ടവരെ, ഹും അസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. അല്ലാഹുവിന്റെ സ്വർഗ്ഗലോകത്തേക്ക് കിടക്കുന്ന എന്റെ പ്രിയപ്പെട്ട അങ്കടി മുഖർക്കാരാ, പെരുന്നാപ്പറമ്പിൽ ഒരുമിച്ച് കൂടിയവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറയാണ്, ഈ ഭൗതിക ലോകത്ത് നല്ലവരായി ജീവിച്ച് നല്ലവരായി മാതൃകാ ദാമ്പതികളായി അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് അല്ലാഹുവിന്റെ പരിശുദ്ധമായ എല്ലാ കർമ്മങ്ങളെയും നിർവഹിച്ച് സന്തോഷത്തോടുകൂടെ പൊരുത്തപ്പെട്ട് ഈ ദുനിയാവിൽ നിന്ന് വിട പറഞ്ഞു പോയ ഭാര്യ ഭർത്താക്കളുണ്ടല്ലോ, നല്ല ദാമ്പത്തിക ജീവിതം നയിച്ചവരുണ്ടല്ലോ, നാളെ അല്ലാഹുവിന്റെ കോടതിയിലേക്ക് എത്തുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയാണ്, ആ ഭാര്യ ഭർത്താക്കളുണ്ടല്ലോ, നല്ലവരായ ഭർത്താക്കളുണ്ടല്ലോ, ഭാര്യമാരുണ്ടല്ലോ, സ്വർഗ്ഗത്തിന്റെ ആട്ടുതൊട്ടിലിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവരെ ആട്ടുകയാ. വിശുദ്ധ ഖുർആൻ പറയാണ്, ഇതിനെന്ത് വേണം? നിന്റെ ഭാര്യ സ്വാലിഹത്താവണം. എത്ര പേർക്ക് സ്വാലിഹത്തായ ഭാര്യ ഉണ്ടെന്ന് കൈവക്കിയേ? മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. 3 ആൾക്കാ. നിങ്ങൾ പെണ്ണ് കിട്ടിയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരാൾ കൈപൊക്കിയല്ലേ? ഇപ്പൊ നോക്ക്, സ്വാലിഹത്തായ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്ത്? ഇങ്ങോട്ടോക്കി. ജീവിതത്തിൽ ഇന്നേ വരെ നിന്നെ ഛേ എന്ന ഒരു വാക്ക് പറയാത്ത പെണ്ണോ ഇപ്പൊ കൈപൊക്കിയ? ഇതൊരു സംഭവം കേട്ടാ. നിങ്ങൾ സ്വർഗത്തിലെ ഇത് ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരാളുടെ സ്ഥലത്ത് വാള് പറയുമ്പോ സ്വാലിഹത്തായ ഭാര്യയുള്ള ആൾ കൈപൊക്കി, എല്ലാവരും പൊക്കി. പിന്നെ ഈ നിബന്ധന പറഞ്ഞാൽ ചായ എന്ന ഒരു വാക്ക് പോലും പറയാൻ പാടില്ല. എല്ലാവരും കൈ താത്തി ഒരു ബാലക്കാരന് പൊക്കി ഭയങ്കര ഉഷാറായി. പേടിക്കണം, സ്വർഗത്തിലേക്കല്ലേ. എനിക്കും അത്ഭുതമായി. കാരണം നമ്മളെ ഭാര്യമാരൊന്നും അങ്ങനെ അല്ലല്ലോ. അങ്ങനെ വാള് കഴിഞ്ഞ് വേദി വിട്ടിറങ്ങുമ്പോൾ മോനോട് ചോദിച്ചു, മോനെ നീ ഭയങ്കര സംഭവം എന്ത്?
നിന്റെ ഭാര്യ എന്നെ ഇന്നേ വരെ എന്ന് ഇല്ല ഉസ്താദ്, വിളിച്ചിട്ടേ ഇല്ല. പിന്നെ വിളിക്കേണ്ടതെല്ലാം വിളിച്ചിനി, അത് മാത്രം വിളിച്ചിട്ടില്ല. തെറ്റണ്ട? ശരി തന്നെയല്ലേ? നമ്മൾ അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ പറഞ്ഞു വരുന്നത്, ഭാര്യ സ്വാലിഹത്താവണം. അല്ലാഹു തആല നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്താക്കട്ടെ. സ്വർഗ്ഗത്തിൽ അവരോടൊപ്പം ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര, അങ്ങനെ നീ പെണ്ണ് കെട്ടാൻ തീരുമാനിച്ചു. അങ്ങനെ പെണ്ണ് കെട്ടുമ്പോ ചെറുപ്പക്കാര, പെണ്ണിനെ കുറിച്ച് ശരിക്കും നീ മനസ്സിലാക്കിയിരിക്കണം. ഒരു ചെറുക്കനെ പ്രിയപ്പെട്ട വാപ്പ നീ പെണ്ണ് കെട്ടിച്ചു കൊടുക്കുമ്പോഴും ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഇല്ലെങ്കിൽ ലാളിപ്പാപ്പ് ബായിലിട്ടിട്ട്, ഞാൻ പോയില്ല കോഴിക്കോടിലൊരുത്തന്നെ ടൗസർ ഇട്ടിട്ട് കേട്ടില്ല നിങ്ങള്, ഒരു കോന്തന്റെ കോലത്തിലൊരു അരപ്പിരാന്തന് പോയി. എന്റെ പ്രിയപ്പെട്ടവരെ, നോക്കുമ്പോ മറ്റാശയക്കാരനാണെന്നാകുമ്പോ സമാധാനം. ദീനുള്ള ഒരു ബാല്യക്കാരനത് ചെയ്യാൻ പറ്റൂല. അല്ലാതെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒരു പെണ്ണ് കെട്ടുമ്പോ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ കണ്ടു നീ സീതാങ്കോളിയിലോ അല്ലെങ്കിൽ ഇവിടെ ജംഗ്ഷനിലോ, അൽഹംദുലില്ലാ നല്ല സുന്ദരിയായ സുമുഖിയായ പെണ്ണ് വാപ്പയോട് ഉമ്മയോട് പറഞ്ഞു, ഒരു പെണ്ണിനെ ആലോചിക്കാണ് വാപ്പ, ഞാൻ ഇന്നൊരു പെണ്ണിനെ കൊണ്ട് നല്ല സുന്ദരിയും സുമുഖിയുമാണ്. ഈ പെണ്ണുങ്ങൾക്ക് വേറെന്ത് പണിയുണ്ട്? മേക്കപ്പ് ആക്കലും സൗന്ദര്യ മരുന്നുകൾ തേക്കലും ശരീരത്തിനെ വളവളപ്പിക്കലും മാത്രമാണ് ഇവരെ പണി. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ വാപ്പ പറഞ്ഞു, ഒന്ന് ആലോചിച്ചു പോരെ മോനെ. അപ്പോ മോൻ പറയാണ്, വേണ്ട വാപ്പ, ഇവളെന്നെ ഞാൻ കെട്ടാം. അങ്ങനെ കെട്ടിയപ്പോ 2 മാസം കൊണ്ട് തന്നെ അവളുടെ സ്വഭാവം നീ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പെണ്ണ് കെട്ടുമ്പോ ശരിക്കും ആലോചിക്കണമെന്ന് അള്ളാന്റെ മഹാന്മാർ പറയുകയാണ്. 4 കാര്യത്തിൽ ആണ് പെണ്ണിനേക്കാൾ മുന്തണമെന്നാണ്. ഒന്നാമതായി, ആണിന്റെ തറവാട് മുന്തണം. മാത്രമല്ല, ആണ് പെണ്ണിനേക്കാൾ സമ്പത്തുള്ളവനാവണം. രണ്ടാമത്, മൂന്നാമതായി, ആണ് പെണ്ണിനേക്കാൾ കുറച്ച് നീളമുള്ള ആളാവണം. ഇല്ലെങ്കിൽ ഇങ്ങനെ നോക്കേണ്ടി വരുവോളെ, പെണ്ണിനേക്കാൾ നീ നീളം വേണം. 4ാമത് പറയാണ്, പെണ്ണിനേക്കാൾ ആണിന് പ്രായം കൂടണം. അതുപോലെ പെണ്ണ് കെട്ടുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്റെ ചെറുപ്പക്കാര. 4 കാര്യത്തിൽ, ഒരു പെണ്ണിന്റെ 4 കാര്യത്തിൽ നിന്നെക്കാളും മുന്തണം. ഒന്നാമതായി, പെണ്ണ് നല്ല അദബ് മര്യാദയുള്ള പെണ്ണാവണം. കണ്ടവന്റെ കൂടെ വന്നപ്പോ സംസാരിക്കുന്ന പെണ്ണായിരിക്കാൻ പാടില്ല. അദബുള്ള പെണ്ണ്. 2, നല്ല സ്വഭാവമുള്ള പെണ്ണ്. 3ാമതായി, നല്ല ദുഷ്കമുള്ള പെണ്ണ്. 4ാമതായി, കുറച്ച് ഭംഗിയുള്ള പെണ്ണായിരിക്കണം. അല്ലാഹുവിന്റെ റസൂൽ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെണ്ണ് കെട്ടുന്നവരോട് പറയുകയാണ്, 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തിന്റെ നേതാവ് തന്നെ നിർദ്ദേശിക്കുകയാണ്, തുൻകഹുൽ മർഅതു ലിഅർബഇ ഖിസാൽ. 4 കാര്യങ്ങൾക്ക് വേണ്ടി നിനക്ക് മംഗലം കഴിക്കാമെടാ. 4 കാര്യങ്ങൾക്ക് വേണ്ടി നിനക്ക് കല്യാണം കഴിക്കാമെടാ. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ലിമാലിഹാ, ഒരു പെണ്ണിന്റെ സമ്പത്ത് കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. പെണ്ണിന്റെ സമ്പത്ത്, പെണ്ണിന്റെ ഉപ്പാന്റെ സമ്പത്തല്ല, അത് ശ്രദ്ധിക്കണം അല്ലേ. ഇന്ന് കുറെ ബാല്യക്കാരുണ്ട്, ഒന്നും വേണ്ട, പിന്നെ ഒരു 40 പവൻ സ്വർണ്ണം ഇട്ടാൽ മതി. അയാൾ അർക്കാണ് പിടിച്ചിട്ട്. എത്രയോ വാപ്പന്മാർ ഒരു ഖതീബായ സ്ഥിതിക്ക് എനിക്കറിയാം, വന്ന് യാചിച്ച് പൊട്ടിക്കരഞ്ഞു, ഉസ്താദെ എന്റെ മകളെ കെട്ടിച്ചേക്കാൻ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി തരണം എന്ന് പൊട്ടിക്കരയുന്ന എത്രയോ വാപ്പന്മാർ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, പെണ്ണിന്റെ സമ്പത്ത് കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വലി ജമാലിഹാ, ഒരു പെണ്ണിന്റെ ഭംഗി കണ്ട് മുഞ്ച് കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. മൂന്നാമതായി അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വലി ഹസബിഹാ, ഒരു പെണ്ണിന്റെ തറവാട് കണ്ട് നിനക്ക് കല്യാണം കഴിക്കാം. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, 4ാമതായും അല്ലാഹുവിന്റെ റസൂല് പെണ്ണ് കെട്ടാൻ പോകുന്ന ചെറുപ്പക്കാരനോട് പറയാ, വലി വരിദീനി, അല്ലാഹുവിനെ പേടിക്കുന്ന, 5 നേരം നിസ്കരിക്കുന്ന, ഖുർആൻ ഓതുന്ന, ഇബാദത്ത് ചെയ്യുന്ന, സിനിമ സീരിയൽ റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തപസ്സിരിക്കാത്ത, നിന്നെ നല്ലതുപോലെ കൊണ്ടു നടക്കുന്ന, നിന്റെ കടപ്പറയിലും നിന്റെ സമ്പത്തിലും വഞ്ചിക്കാത്ത ഒരു പെണ്ണിനെയും നിനക്ക് കല്യാണം കഴിക്കാമെടാ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മോനെ, ഒരു പെണ്ണിന്റെ സമ്പത്ത് കണ്ട് കല്യാണം കഴിക്കില്ലടാ. കാരണം എന്തേ? ഇന്നല്ലെങ്കിൽ നാളെ ആ സമ്പത്ത് തീർന്നു പോകും. പൊന്നു മോനെ, ഒരു പെണ്ണിന്റെ ഭംഗി കണ്ടും നീ കല്യാണം
കഴിക്കല്ലേ. കാരണമെന്ത്? അഴകുള്ള സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ നീ കല്യാണം കഴിച്ചാൽ അവള് വല്ലാത്ത മുഞ്ചത്തിയായതുകൊണ്ട് ഒരുപക്ഷെ അവൾ അഹങ്കരിച്ചേക്കാ. തറവാടുള്ള ഒരു പെണ്ണിനെയും നീ കല്യാണം കഴിക്കല്ലടാ. പലരും തറവാട് നോക്കിയിട്ടാണ്, ദീനി നോക്കൂല്ല, സമ്പത്ത് നോക്കൂല്ല, അവരുടെ തറവാട് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് കല്യാണം കഴിക്കുന്നവരുണ്ടെങ്കിൽ അത് നോക്കിയും നീ കല്യാണം കഴിക്കല്ല ചെറുപ്പക്കാരാ. പിന്നെ നീ തെരഞ്ഞെടുക്കേണ്ട പെണ്ണാരാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ഫൾഫർ ബിദാത്തിദ്ദീൻ, ഫൾഫർ ബിദാത്തിദ്ദീൻ. ദീനുള്ള പെണ്ണിനെ തെരഞ്ഞെടുത്തടാ. അല്ലാഹനെ പേടിക്കുന്ന പെണ്ണ്, അല്ലാഹന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ നിസ്കരിക്കുന്ന പെണ്ണ്, ഖുർആൻ ഓതുന്ന പെണ്ണ്, നിന്നെ സുബഹിക്ക് എഴുന്നേൽപ്പിക്കുന്ന പെണ്ണ്, നിന്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്ന പെണ്ണ്, സിനിമ സീരിയൽ റിയാലിറ്റി ഷോകളുടെ മുമ്പിൽ തപസ്സരിക്കാത്ത ഒരു സ്വാലിഹത്തായ പെണ്ണിനെയും നീ കല്യാണം കഴിച്ചു. എന്നാൽ ഫൾഫർ ബിദാത്തിദ്ദീൻ, നീ വിജയിക്കുകയാ, നീ വിജയിക്കുകയാ. എനെങ്ങാനും സ്വാലിഹത്തല്ലാത്ത പെണ്ണിനെ നീ കല്യാണം കഴിച്ചാൽ, സമ്പത്ത് നോക്കി, തറവാട് നോക്കി, അഴക് നോക്കി ഒരു പെണ്ണിനെ എങ്ങാനും നീ കല്യാണം കഴിച്ചാൽ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, തരിബത്തിയതാ, നീ ഹലാക്കായിട്ട് പോകും, നീ നശിച്ചിട്ട് പോകും. നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ നീ മണ്ണ് തിന്നിട്ട് പോകും. പലരും നശിച്ചു പോയില്ലേ? സമാധാനമില്ല, സമാധാനമില്ല. അങ്ങനെ സമാധാനം ഉണ്ടാവും? സ്വാലിഹത്തായ പെണ്ണിനെ കുറിച്ച് അല്ലാഹുവിന്റെ പരിശുദ്ധ ദീനിന്റെ ഖലീഫ പറയുകയാണ്. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാ, വസ്തഫാദ അബ്ദുൻ ബഅദ ഈമാനിൻ ബില്ലാഹി ഖൈറാ. എന്റെ പ്രിയപ്പെട്ട പെരുന്നാപ്പറമ്പിലുള്ളവരെ, നിങ്ങൾക്ക് ദുനിയാവിൽ അല്ലാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ തന്നുവല്ലോ. നല്ല 2 നിലക്കുള്ള വീട് തന്നു, നല്ല വിലപിടിപ്പുള്ള വാഹനം തന്നു, ഒരുപാട് സാമ്പത്തിക സ്രോതസ്സുകൾ നിങ്ങൾക്ക് അല്ലാഹു തന്നില്ലേ? പരിശുദ്ധമായ ഭൗതിക ലോകത്തിന്റെ അനുഗ്രഹമാകുന്ന മക്കളെ തന്നില്ലേ? അല്ലാഹുവേ, വാപ്പയും ഉമ്മയും ഉള്ളവരില്ലേ? പടച്ച തമ്പുരാന്റെ ഭൗതിക ലോകത്ത് ഒരുപാട് സാമ്പത്തികമായ വരുമാന മാർഗങ്ങൾ തന്നില്ലേ? തോട്ടം തന്നില്ലേ? ഫ്ലാറ്റുകൾ തന്നില്ലേ? ബിസിനസ്സുകൾ തന്നില്ലേ? ഒരുപാട് ഗൾഫ് രാജ്യത്ത് ആധിക്യങ്ങൾ തന്നില്ലേ? എന്നാൽ അല്ലാഹു നിനക്ക് ചെയ്ത ദുനിയാവിലുള്ള ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്നറിയോ? നിന്റെ 2 നിലയുള്ള വീടല്ല, നിന്റെ വരുമാന മാർഗങ്ങളല്ല, നിന്റെ കോടിക്കണക്കായ സമ്പത്തല്ല, നിന്റെ പൊന്നുമക്കളുമല്ല, നിന്റെ വാപ്പയുമല്ല, നിന്റെ ഉമ്മയുമല്ല. അല്ലാഹു ഒരു മനുഷ്യനിക്ക് ദുനിയാവിൽ നൽകിയ ഏറ്റവും വലിയ അഫ്ളലുമായ യക്നിസുൽ മർഉ അൽ മർഅതു സ്വാലിഹാ. ദുനിയാവിൽ അല്ലാഹു തന്ന നിനക്കുള്ള ഏറ്റവും വലിയ നിധി എന്തെന്നറിയോ? അത് സ്വാലിഹത്തായ പെണ്ണാ, സ്വാലിഹത്തായ പെണ്ണാ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മഹാനായ ലുഖ്മാൻ ഹക്കീം തങ്ങൾ പറയുന്ന ഒരു വാചകമുണ്ട്, സ്വാലിഹത്തായ പെണ്ണ് നിന്റെ ജീവിതത്തിൽ കടന്നു വന്നില്ല എങ്കിൽ നീ കെട്ടിയ പെണ്ണ് സ്വാലിഹത്തായ പെണ്ണല്ല. തുഷീബുക ഖബ്ലൽ മശീബ്, നീ നിരക്കുന്നതിന്റെ മുമ്പ്, നിന്റെ തലമുടി നിരക്കുന്നതിന്റെ മുമ്പ് നിന്നെ അവൾ നിരപ്പിക്കുമെന്ന്. ടെൻഷൻ അടുപ്പിച്ചിട്ട് പിരാന്തായിട്ട് നമ്മൾ നിരച്ചു പോകും. പലരും പറയുന്നില്ല, ഉസ്താദെ മംഗലം കഴിച്ച് ഏകദേശം 3-4 മാസം കഴിയുമ്പോൾ എന്താടാ എല്ലാം നിരച്ചല്ലേ, എന്ത് കഥ നിന്നെ, നീ ഇങ്ങനെ ഉസ്താദെ ഓളെ നാവ് ഇത്ര ഉദ്ദോന്നു അല്ലേ, കഴിക്കാൻ പറ്റുന്നില്ല, മടുത്തു, വേണ്ട ഉസ്താദെ, മംഗലം വേണ്ടായിരുന്നു, സൽമാൻ ഖാന്റെ പോലെ സിംഗിളായിട്ട് ജീവിക്കായിരുന്നു, സൽമാൻ ഖാൻ എന്ത് ഹാപ്പിയിലുണ്ട് അതുപോലെ നമുക്ക് ജീവിക്കായിരുന്നു, പല യുവാക്കളും പറയാറുണ്ട്. അപ്പൊ പെണ്ണ് കെട്ടുമ്പോ ചെറുപ്പക്കാരാ ഈ 4 കാര്യത്തിന് ശ്രദ്ധിക്കണം. പെണ്ണ് കെട്ടിച്ചു കൊടുക്കുന്ന ബാപ്പന്മാരെ, നിങ്ങളോടും അല്ലാഹുവിന്റെ റസൂൽ ഒരുപാട് ബാധ്യതകൾ പറയുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ പ്രിയപ്പെട്ട ബാപ്പന്മാരെ, ഇന്നോ നമ്മുടെ പെൺമക്കളെ കെട്ടിച്ചയക്കുന്നത് അല്ലെ, നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. 18 വയസ്സ് വരെ തങ്കം പോലെ വളർത്തിയ പ്രിയപ്പെട്ട പെണ്ണുമക്കൾ, താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, മുകളിൽ വെച്ചാൽ പേനരിക്കുമെന്ന ഭയത്തോടുകൂടെ വളർത്തിയ ആ പെണ്ണുമക്കളെ സമ്പത്ത് കണ്ട് മാത്രം, നീ എവിടെ നിന്ന് ഭംഗി കണ്ട് മാത്രം, ഗൾഫ് രാജ്യത്തുള്ള സ്രോതസ് കണ്ട് കല്യാണം കഴിച്ചു വിടുന്നെങ്കിൽ അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയാണ്, മോനെ, അല്ലാഹുവിന്റെ റസൂല് നിന്നോടും നിർദ്ദേശിക്കുകയാണ്, എന്റെ പെരുന്നാപ്പറമ്പിലുള്ള വാപ്പാ, നീ നിന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുക്കേണ്ടത് ആർക്കാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, ലാ തസവ്വജ ബനതക ഇല്ലാ ലിത്തഖീ.
അള്ളാനെ പേടിയുള്ള ചെറുപ്പക്കാരനിക്കല്ലാതെ നിന്റെ പൊന്നുമോളെ നീ കഴിച്ചു കൊല്ലടാ. നിന്റെ പൊന്നുമോളെ അള്ളാനെ പേടിയുള്ള ചെറുപ്പക്കാരനിക്കല്ലാതെ മംഗലം കഴിച്ചു കൊടുക്കല്ലടാ. അള്ളാന്റെ റസൂല് പറയാണ്, ആരാ പൊന്നുമോനെ മുത്തഖിയായ മനുഷ്യന്, അള്ളാന്റെ പേടിയുള്ള മനുഷ്യൻ ആരാണെന്നറിയോ? പാതിരാത്രി വരെ അങ്ങാടിത്തിണ്ണയിലിരുന്ന് സ്വര പറയുന്നവനെ കുറിച്ചല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത്. ക്ലബ്ബുകളിൽ എന്റെ പ്രിയപ്പെട്ടവരെ ക്യാരം ബോർഡ് ചുറ്റുന്നവനെ കുറിച്ചല്ല. പട്ടികളെ പോലെ അങ്ങാടിത്തിണ്ണകളിലും എന്റെ പ്രിയപ്പെട്ടവരെ വഴിയോരത്തും അവിടുന്ന് അനാശാസ്ത്രതകൾ ചെയ്യുന്ന ചെറുപ്പക്കാരനെയല്ല, കൂട്ടുകാരുടെ തോളത്ത് കൈയിട്ട് നടന്ന് മോശപ്പെട്ട പ്രവണതകൾ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെയും കുറിച്ചല്ല അള്ളാന്റെ റസൂല് പറഞ്ഞത്. നീ കെട്ടിച്ചു കൊടുക്കേണ്ട പ്രിയപ്പെട്ട മുത്തഖിയായ മനുഷ്യൻ ആരാണെന്നറിയോ? ഇദാ റഅയ്തുമുർ റജുല യഅതാദുൽ മസ്ജിദ ഫശ്ഹദു ലഹു ബിൽ ഈമാൻ. നീ കെട്ടിച്ചു കൊടുക്കേണ്ട ചെറുപ്പക്കാരൻ അള്ളാന്റെ പേടിയുള്ള ചെറുപ്പക്കാരനാ. പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുമ്പോ സൗകര്യപ്രകാരം പള്ളിയിലേക്ക് പോയി നിസ്കരിക്കുന്നവനാ, മോശപ്പെട്ട പ്രവണതകളില്ലാത്തവനാ, പാതിരാത്രി വരെ അങ്ങാടിത്തിണ്ണുകളിലിരുന്ന് സ്വറ പറയാത്തവനാ, തന്റെ കൂട്ടുകാരുടെ തോളത്ത് കൈയിട്ട് നടന്ന് പാതിരാത്രി സമയത്ത് കുച്ചിലൂടെ വീട്ടിലേക്ക് കയറാത്ത ഒരു ചെറുപ്പക്കാരനിക്കാണ് നിന്റെ പൊന്നുമോള് നീ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയുള്ള അള്ളാന്റെ പേടിയുള്ള നല്ല ഒരു ചെറുപ്പക്കാരനിക്കെങ്ങാനും നിന്റെ പൊന്നുമോള് നീ കെട്ടിച്ചയച്ചാൽ അവളെ അവൻ വല്ലാതെ സ്നേഹിക്കുകയാണ്, അവളെ വല്ലാതെ ആദരിക്കുകയാണ്, മനസ്സിൽ താലോലിച്ച് പുഷ്പം പോലെ നോക്കുകയാണ്. ആ പെണ്ണിന്റെ വക്കൽ നിന്ന് വല്ല സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ടായാൽ, മോശപ്പെട്ട പ്രവണതകൾ ഉണ്ടായാൽ എല്ലാം പടച്ചവന് വേണ്ടി ക്ഷമിക്കുകയാണ്. ആ പെണ്ണിനെ ഒരു അടി പോലും അവൻ അടിക്കാത്തവനാണ്. അള്ളാന്റെ റസൂൽ ഇത് പറഞ്ഞു നിർത്തുന്നില്ല. എന്നിട്ടും അള്ളാന്റെ റസൂല് പറയാൻ, ഒരു വാപ്പക്കറിയാം എന്റെ പ്രിയപ്പെട്ട പുതിയാപ്പിളയാകുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, എന്റെ പൊന്നുമോളെ കെട്ടിച്ചേക്കുന്ന ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ അള്ളാന്റെ പള്ളിക്ക് പോകാത്തവനാ, ധാരാളം സ്വത്തും സമ്പാദ്യമുള്ളവനാ, ഗൾഫ് രാജ്യത്ത് ആധിക്യങ്ങളുള്ളവനാ, നല്ല അഴകുള്ളവനാ, പക്ഷെ അള്ളാന്റെ ഒരു പേടിയുമില്ലാത്തവനാ. കൂട്ടുകാരോടൊപ്പം കൂടി തമ്മാടിത്തനം ചെയ്യുന്ന ഏതെങ്കിലും ഒരു പുതിയാപ്പിളക്ക് നിന്റെ പൊന്നുമോളെ കെട്ടിച്ചു കൊടുത്താൽ അള്ളാന്റെ റസൂല് പറയാണ്, മൻ സവ്വജ കരീമത്തൽ ലിഫാസിഖ്. നിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളുണ്ടല്ലോ, അത് അനുഗ്രഹമാണ്. എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, വെറുതെ ഇങ്ങനെ കെട്ടിച്ചേക്കാനുള്ളതല്ല, ഒരു പ്രിയപ്പെട്ടവന്റെ കയ്യിലേൽപ്പിച്ചുകൊണ്ട് സ്വർഗം വരെ എത്തിക്കാനുള്ള ബന്ധമാണ്. ആ സ്വർഗലോകത്ത് ആ പൊന്നുമോളോടൊപ്പം പുതുനാട്ടിയോടൊപ്പം അതുപോലെ പുതിയാപ്പിളയോടൊപ്പം ഞങ്ങളും ഒരുമിച്ച് കൂടി ഒരു ഭവനം നടത്തേണ്ടവരാണ്, സ്വർഗലോകത്ത് ആടിപ്പാടേണ്ടവരാണ്. അങ്ങനെയല്ലാത്ത മോശപ്പെട്ട നിന്റെ പൊന്നുമോളെ നല്ലതുപോലെ നോക്കാത്ത തമ്മാടിയായ അള്ളാന്റെ പള്ളിയുമായി ബന്ധമില്ലാത്ത നിസ്കാരമില്ലാത്ത ഒരു ചെറുപ്പക്കാരൻ നീ കെട്ടിച്ചയച്ചാൽ അള്ളാന്റെ റസൂല് പറയാ, ഫഖദ് ഖതഅ റഹിമഹാ, ഫഖദ് ഖതഅ റഹിമഹാ. നീ കുടുംബബന്ധം മുറിച്ചു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. കാരണം അതിൽ നിന്ന് ജനിക്കുന്ന ഒരാളും നന്നാവില്ല. നീ ബന്ധത്തെ തന്നെ മുറിച്ചു. ഇനി മക്കൾ മോശപ്പെട്ടാൽ അതിന്റെ മുഴുവനും ചുമതല കെട്ടിച്ചു കൊടുത്ത വാപ്പ നീ ഏറ്റെടുക്കണമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് പലരും പറയല്ലേ, നിക്കാ മകളെ കെട്ടിച്ചേക്കാൻ വേണ്ടി പുറപ്പെടുമ്പോ സമ്മതം ചോദിച്ചാ എന്നിട്ട് സമ്മതം ചോദിക്കുന്നേ ഇനി വേണ്ടിയാണ്. അവൾക്ക് സമ്മതം ഇല്ലെങ്കിൽ ആ സമയത്ത് പോലും അതിനെ ഒഴിച്ചുവിടാം. അത്രത്തോളം ബാധ്യത എന്റെ വാപ്പന്മാരെ നിങ്ങൾക്കുണ്ട്. ഇല്ലെങ്കിൽ നടക്കുന്നത് വലിയ അബദ്ധമായിരിക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവ, ഞാൻ ഇങ്ങനെ പറഞ്ഞു വരാം. അങ്ങനെ പെണ്ണെല്ലാം നോക്കി റെഡിയായി. ഇനി പെണ്ണ് കാണലെന്ന് പറയുന്ന ഒരു ചടങ്ങ് നമ്മുടെ നാട്ടിലുണ്ട്. ആചാരങ്ങളെ അനാചാരങ്ങളാക്കി മാറ്റിയ ഒരു ചടങ്ങ്. ഇപ്പൊ പുതിയൊരു ചടങ്ങ് തുടങ്ങി. എന്തെന്നറിയോ? നമുക്കുണ്ടല്ലോ അത് മാറ്റപ്പെടേണ്ട അനാചാരങ്ങൾ. നടന്നെങ്കിലും നടന്നില്ലെങ്കിലും പറയുന്നത് നമ്മളെ ബാധ്യതയാണ്. ഇപ്പൊ വയലിന് കുറവുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഈ സമുദായത്തിൽ ഉപദേശ നിർദ്ദേശങ്ങൾക്ക് കുറവുണ്ടോ? എന്നിട്ടും നമ്മുടെ സമൂഹം കുറകജന്റെ വേഷം കെട്ടിയവരില്ലേ? ആരോട് പറയാൻ? അങ്ങനെ എപ്പോഴാണ് ഈ ഒരു അനാചാരം തുടങ്ങിയത്? അത് തുടങ്ങിയതോടെ നമ്മുടെ ഇതേ കാസർഗോഡ് ജില്ലയിൽ
കാസർഗോഡ് ജില്ലയില. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. എന്ത്, ഈ ചെറുക്കന്റെ കൂടെ പെണ്ണ് കാണാൻ വേണ്ടി വരുമ്പോ കുറെ കൊണ്ടുവരണ്ടെന്നല്ല പറയുന്നത്, അതും ലൈനായിട്ട് അല്ലെ ഇന്നത്തെ സഹോദരികൾ. അതവർക്കൊരു അടിച്ചു പൊളിക്കാനുള്ള ഒരു അവസരം. കുറെ ഫുഡ്, കുറെ ഭക്ഷണം. എന്റെ പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ തിന്നു തീർക്കാൻ കഴിയാതെ അവസാനം വലിച്ചെറിയപ്പെടുന്ന അവസ്ഥയിലേക്കുള്ള ഒരുപാട് ഭക്ഷണങ്ങളെ കൊണ്ടുവന്ന് ചാടുന്നു ഒരവസ്ഥ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പാവപ്പെട്ട നിന്റെ അയൽവാസിയായ പ്രിയപ്പെട്ടവന്റെ പൊന്നുമോൾ 1 ഗ്രാം സ്വർണത്തിന് പോലും കഴിവില്ലാതെ വീടിന്റെ അകത്തളത്ത് പൊട്ടിക്കരഞ്ഞ് വിലപിക്കുമ്പോഴാണ് ഈ വലിയ കൂത്താട്ടം. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തുടക്കം തന്നെ മോശമാക്കുകയാണ്. വലിയ ഒരു വിപത്താണത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എപ്പോ തുടങ്ങി? കൊറോണ സമയത്ത് തുടങ്ങി. 1-2 തുടങ്ങി. ഇപ്പൊ എല്ലായിടത്തും അല്ലെ പിരിച്ചിട്ട് മിഞ്ഞാന്നൊരു സ്ഥലത്ത് കല്യാണം നടക്കാണ്. നാട്ടുകാർ പിരിച്ചിട്ട് മംഗലാക്കുന്നത്. ആ വീട്ടിലേക്ക് പുതിയാപ്പിളയും അവന്റെ പ്രിയപ്പെട്ട അവന്റെ മറ്റേ മണവാട്ടികളൊക്കെ ഉണ്ടല്ലോ, അവന്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന ആള് കൊണ്ടുവന്ന സാധനങ്ങൾ സുബ്ഹാന ജല്ല ജലാലു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അത് കൊണ്ടുവന്നില്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഇല്ല. ആചാരത്തെ അനാചാരമാക്കി മാറ്റി, അനാചാരത്തെ ആചാരമാക്കി കൊണ്ടുവരികയാ. അങ്ങനെ പെണ്ണ് കണ്ടു. പെണ്ണ് കാണാൻ വരുന്നത് തന്നെ സുബ്ഹാനല്ലാഹ് അല്ലെ. നമ്മ 50 ആൾ വരും, വരുന്ന 200 ആൾ എന്നിട്ട് വരട്ടെ, ഫുഡെല്ലാം ആക്കി. എന്നിട്ട് കാണുന്ന എങ്ങനെ അറിയോ പെണ്ണ് കാണുന്ന? ഇന്നത്തെ പെണ്ണ് സുബ്ഹാനല്ലാഹ്, ചന്തയിൽ മത്തി വെച്ചപ്പോ മത്തീനെ എല്ലാവരും വന്നിട്ട് നോക്കും. മത്തി കച്ചവടം പോലെ എല്ലാവരും നോക്കും. ചെറുക്കന്റെ ജ്യേഷ്ഠനും നോക്കി, ചെറുക്കന്റെ അനുജനും നോക്കി, ചെറുക്കന്റെ അളിയനും നോക്കി, എല്ലാവരും നോക്കി. ചില ആൾ പറയും ഞങ്ങൾ പോയിട്ട് അഭിപ്രായം പറയാം. ഓക്കെ, അങ്ങനെ നല്ല സാപ്പാടെല്ലാം അടിച്ച് വീട്ടിലേക്ക് പോയി. വിളിക്കുന്നില്ല. അങ്ങനെ പാവം കഷ്ടപ്പെട്ട് അധ്വാനിച്ച വിയർപ്പിന്റെ ഗന്ധത്തിന്റെ വാസന പോലും മാറാത്ത ആ വാപ്പ വൈകുന്നേരം വിളിക്കുകയാണ്, എന്തായി? അപ്പൊ പുതിയാപ്പിള പറയുന്നത്, അണക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഇവരുടെ നടന്ന ഒരു സംഭവമാണ്. എന്റെ അളിയനെ മാത്രം ഇഷ്ടപ്പെട്ടിട്ടില്ല, അങ്ങനെ പെണ്ണ് വേണ്ട. അവൾ കിടക്കുന്ന അളിയന്റെ കൂടെ താരിമൂക്കില്ലാത്ത ഈ ഹംക്കിനെ എന്ത് ചെയ്യണം? ആലോചിച്ച് നോക്കിയേ എന്റെ പ്രിയപ്പെട്ടവരെ. നാളെ പടച്ചവന്റെ ലോകത്ത് ഇതിന്റെ പേരിൽ നിന്നി കണക്ക് പറയാതെ അള്ളാഹു നിന്നെ വെറുതെ വിടൂല്ല. ആ പാവപ്പെട്ട പെണ്ണിന്റെ കണ്ണുനീരുണ്ടല്ലോ, അത് നിനക്ക് മരിക്കുന്നത് വരെ ശാപമായി മാറും. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. എനെങ്ങാലും സെറ്റായി പെണ്ണ്, എന്നാലോ സുബ്ഹാനല്ലാഹ് ഈ സാധനം കൊടുക്കുക. മൊബൈൽ കൊടുക്കാത്ത പരിപാടി തന്നെ ഇല്ലല്ലേ. പിന്നെ ഒരു പുതിയ അല്ലേ മൊബൈൽ കൊടുത്ത് ഉസ്താദ് വാങ്ങിയിട്ടില്ലെങ്കിൽ കുടുങ്ങി. എന്താ ഓക്ക് വേറെ ലിങ്ക് ഉണ്ട്, പുതിയ ആമ്പിളേക്ക് പേടി, അങ്ങനെ മൊബൈൽ വാങ്ങണം. അതും ഒരു എന്താ ആചാരമാക്കി മാറ്റി. ഭയങ്കര ആചാരം. ഇപ്പൊ മൊബൈൽ ഇല്ലാത്ത പരിപാടി ഇല്ല. മൊയിലാമാരെ മക്കളും സയ്യിദന്മാർ ആരാണെങ്കിലും മൊബൈൽ വാങ്ങണം. എന്നിട്ടോ പുതിയ ഒരു പദ്ധതി അല്ലെ, പുതിയ ഒരു സംരംഭം, കേക്ക് മുറിക്കൽ. എല്ലാത്തിനും കേക്ക്. ഇതൊക്കെ ആര് കൊണ്ടുവന്നു അല്ലെ? വയറ് പൊന്തിയനും കേക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, മംഗലത്തിനും കേക്ക്, നിശ്ചയിപ്പിനും കേക്ക്, മക്കള് ജനിച്ചാലും കേക്ക്, മക്കളുടെ ബർത്ത്ഡേക്കും കേക്ക്. ഇനി ഒന്നിനെ ബാക്കിയുള്ള മരിച്ചങ്ങ് മാത്രം. ഇൻഷാ അല്ലാഹ് അടുത്തിട്ട് വരും 3-നും 40-നൊക്കെ കേക്ക് മുറിക്കുന്ന സമ്പ്രദായം. നോക്ക്, അങ്ങനെ ആഭാസമാക്കി മാറ്റാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, അള്ളാന്റെ പൊരുത്തം എന്റെ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവോ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ മൊബൈൽ കൊടുത്തു. ഈ മൊബൈലിലൂടെ ഒരു ഡേറ്റ് നിശ്ചയിച്ച് സമയം ഫിക്സ് ചെയ്തു. എന്നിട്ട് അതുവരെ 2 മാസമോ 6 മാസമോ വെക്കുന്ന സമയത്ത് തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയാകുന്ന പ്രിയപ്പെട്ടവളോട് അള്ളാഹുവെ പടച്ചവനെ, ആ ചെറുപ്പക്കാരൻ ചെയ്യുന്നത് പച്ച വ്യഭിചാരമാണ്. സംസാരിക്കാണ് ഫോൺ വിളിച്ച്. കല്യാണത്തിന് മുമ്പ് തന്നെ അള്ളാന്റെ റസൂല് പറഞ്ഞു, ശാരീരികമായി മാത്രമല്ല വ്യഭിചാരം. ഒരു ആണുണ്ടല്ല ഒരു പെണ്ണിനോട് സംസാരിക്കുന്നത് പോലും അന്യ പെണ്ണിനോട് സംസാരിക്കുന്നത് വ്യഭിചാരമാണ്. ആ പച്ച വ്യഭിചാരം നടത്തിയിട്ടാണ് മംഗലത്തിലേക്ക് പ്രവേശിക്കുന്നത്. ചുരുക്കി പറയട്ടെ, അങ്ങനെ മംഗലത്തിന്റെ സമയം ഫിക്സ് ആക്കി. നിങ്ങൾ ഏത് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതൊന്ന് ശ്രദ്ധിക്കണം എന്റെ പ്രിയപ്പെട്ടു. സമയം ഫിക്സ് ആക്കിയാൽ ആ സമയത്ത് തന്നെ നടത്തണം. ഇല്ലെങ്കിൽ നിങ്ങൾ സമയം ഫിക്സ് ചെയ്യണ്ട. പലയിടത്തും നിങ്ങൾ നോക്ക്, ഹൈന്ദവ വിശ്വാസികൾ നോക്ക്, 11 മണിക്ക് മുഹൂർത്തമാണെന്ന് പറഞ്ഞാൽ എത്ര വലിയ കൊമ്പനിന് വരാൻ ബാക്കിയുണ്ടെങ്കിൽ പോലും അവർ ആ സമയത്ത് തന്നെ കല്യാണം നടത്തിവിടും. പക്ഷെ നമ്മളെ സമൂഹത്തിന്റെ അവസ്ഥ,
വിളിക്കുന്നത് തന്നെ കളവ് പറഞ്ഞിട്ടാണ്. എത്ര നമുക്കവിടെ 10:30 മണിക്ക് നിക്കാണ്, നിങ്ങൾ 10 മണിക്ക് തന്നെ പുറക്കെത്തണം. പാവം ആ സാധു എത്തി. എന്നിട്ടോ അവന്റെ അന്നത്തെ ദിവസം പോവാണ്. 11 മണിക്ക് നിക്കാന്ന് പറഞ്ഞ് ഈ ചങ്ങായി ഇറങ്ങി വരുമ്പോ അല്ലേ, എന്നിട്ട് പുതിയാപ്പിളിന് എത്തിയാണെന്നെ അവിടെ 1 man ഷോ ഉണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, പലയിടത്തും കാണാം. എന്ത് ഒരു 5 മിനിറ്റ് ഇപ്പൊ ആര് പുതിയാപ്പിള വരാനല്ല, പുതിയാപ്പിളന്റെ അളിയന് വരാനുണ്ട്. അതൊരു ഷോ ആ അല്ലെ. ഒരു വണ്ടി നല്ല ഇറങ്ങിയിട്ടല്ലേ ഒരു ബരുതുണ്ട്. പുതിയാപ്പിളന്റെ അളിയന് വരാനുണ്ട് ഒരു 5 മിനിറ്റ്. ഒരുപാട് സയ്യിദന്മാർ, ഒരുപാട് ആലിമീങ്ങൾ, ഒരുപാട് നല്ലവരായ നീ ക്ഷണിക്കപ്പെട്ട അതിഥികൾ വന്ന് കാത്തു നിൽക്കുന്ന മുഹൂർത്തത്തിൽ ഓരോരു മനുഷ്യന്റെയും 10 മിനിറ്റ് നീ കവർന്നെടുത്താൽ ആ സമയത്തിന്റെ നിക്കാഹിൽ ബറക്കത്തുണ്ടാവില്ല, തീർച്ചയാണ്. കാരണം നീ നഷ്ടപ്പെടുത്തിയത് അവരുടെ വിലയേറിയ സമയത്തെയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, സമയം നിശ്ചയിച്ചാൽ ആ സമയബന്ധിതമായി തന്നെ ആര് എത്തട്ടെ എത്താതിരിക്കട്ടെ നിക്കാഹ് നടത്തണം. അങ്ങനെ നിക്കാഹ് കഴിഞ്ഞു. നിക്കാഹ് കഴിയുമ്പോൾ നല്ല രസമുണ്ട്. ഈ ഭാര്യക്കാരന് വരുന്ന മാഷാ നല്ല വിഷയമാണ്. നല്ല അറബി ശൈലി വരും, നല്ല ഷെയ്ഖന്മാരുടെ ശൈല, ഉസ്താദ്മാരുടെ ശൈലൊക്കെ ഇന്ന് വരാം. വല്ലാത്ത ഈമാന് അല്ലേ, വല്ലാത്ത പ്രകാശം. ഒരുപാട് സയ്യിദന്മാര്, പാണക്കാട് തെങ്ങന്മാരുണ്ടാവും, കുമ്പോൽ തെങ്ങന്മാരുണ്ടാവും, ഒരുപാട് ഉസ്താദന്മാരുണ്ടാവും. എന്നിട്ടോ ഈ ഓന്റെ ഈമാൻ എത്ര മണി വരെ എന്നറിയോ? നിക്കാഹ് കഴിഞ്ഞവർ സാപ്പാട് കഴിച്ച് പോകുന്നത് വരെ മാത്രം. പിന്നെ അവിടെ നടക്കുന്നത് തനിച്ച അനാചാരങ്ങളാണ്. കല്യാണ വീട്ടുകളിൽ പാട്ടുപാടുന്ന പ്രിയപ്പെട്ട സഹോദരികളെയും കൊണ്ടുവന്ന് നൃത്യം ചവിട്ടുന്നവർ, തന്റെ കുടുംബത്തിലുള്ള പ്രിയപ്പെട്ട പെണ്ണുങ്ങളെയും കൊണ്ട് പാട്ടുപാടിച്ച് നൃത്യം ചവിട്ടിപ്പിക്കുന്നവർ, അല്ലാഹു ആ നിക്കാഹിൽ ഒരിക്കലും ബറക്കത്ത് ചെയ്യൂല. ഞാനല്ല പറയുന്നത്, നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെ കല്യാണം കഴിച്ചെന്റെ പ്രിയപ്പെട്ടവരെ, കല്യാണത്തിന്റെ സുന്ദരമായ രാത്രിയിലുള്ള ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി പോവുകയാ. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, മോനെ നീ നടത്തിയത് അന്നിക്കാഹു മിൻ സുന്നത്തി, എന്റെ പരിശുദ്ധമായ സുന്നത്തിനെയാണ് നീ മുറുകെ പിടിച്ചത്. ദീനിന്റെ പകുതി പൂർത്തിയാക്കി കല്യാണം കഴിച്ച് നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ കാണാൻ വേണ്ടി പോവുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വല്ലാത്ത വിഷമകരമായ സാഹചര്യമാണ്. ഒരു മതത്തിലുമില്ലാത്ത അനാചാരങ്ങളാണ് ഈ സമൂഹത്തിൽ കടന്നു വന്നിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹു ഒരു മനുഷ്യനിക്ക് നൽകിയ പ്രഥമ രാത്രി എന്ന് പറയുന്ന, ആദ്യ രാത്രി എന്ന് പറയുന്ന ഒരു സുന്ദരമായ മുഹൂർത്തമുണ്ടല്ലോ, ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അത് ഒറ്റത്തവണയാ. അത് നീ ജനിച്ച രാത്രിയല്ല, നിന്റെ വീട് കുടികൂടിയ രാത്രിയല്ല. പൊന്നുമോനെ, നിനക്ക് അല്ലാഹു നിധിയായി തന്ന നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ കാണാൻ പോകുന്ന രാത്രിയാണ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ കാണാൻ വേണ്ടി, മധുവിധ പകരാൻ വേണ്ടി, അവളുമായി വീട്ടുകൂടാൻ വേണ്ടി കടന്നു പോകുമ്പോ ഇന്ന് നമ്മൾ കാണുന്ന ആഭാസങ്ങൾ എത്രയാ. ഈ സമൂഹത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, പ്രഭാഷണത്തിന് കുറവുണ്ടോ? ഇൽമിന്റെ വേദികളിലേക്ക് കുറവുണ്ടോ? മതവിദ്യാഭ്യാസത്തിന് കുറവുണ്ടോ? എന്നിട്ട് പോലും ഇന്നത്തെ യുവാക്കളെ കാട്ടിക്കൂട്ടുന്ന തമ്മാടിത്തനങ്ങൾ എത്രയാ. നമ്മുടെ നാടിന്റെ തൊട്ടടുത്താണ് കഴിഞ്ഞ വർഷം കുറഗജ്ജന്റെ വേഷം ധരിച്ച് ഹൈന്ദവ വിശ്വാസികളുടെ ദൈവമെന്ന് വിശ്വസിക്കുന്ന കുറഗജ്ജന്റെ വേഷം ധരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ തന്റെ സഹധർമ്മിണിയെ കാണാൻ പോയത്. അല്ലാഹുവേ, പടച്ചവന് ഒരു അരഭ്രാന്തനെ നമ്മൾ മിനിയാന്ന് കോഴിക്കോട് ജില്ലയിൽ കണ്ടവരാ. തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവനെ, ജീവിതത്തിൽ 18 വർഷം വരെ വളർത്തി, ഇനി നിന്റെ കയ്യിലാണ് സ്വർഗം വരെ എത്തിക്കുന്നതെന്നുറപ്പിച്ച് കെട്ടിച്ചു കൊടുത്ത വാപ്പാന്റെ മുമ്പില് വാപ്പക്കും കുറച്ച് നട്ടെല്ല് വേണം. കാരണവന്മാരെ, നിങ്ങൾക്കും നട്ടെല്ല് വേണം. കാരണം എന്തേ, പല യുവാക്കളും ഇന്ന് പറയാറുണ്ട്, ഉസ്താദേ, ഞങ്ങൾ അങ്ങനെയുള്ള ആഭാസത്തിന് ഞങ്ങൾക്ക് താല്പര്യമില്ല, ഞങ്ങളുടെ കൂട്ടുകാര് മാത്രം വെറുതെ വിടുന്നില്ല. കാരണം അവർ അങ്ങനെയുള്ളെങ്കിലേ ആ പരിപാടിക്ക് വരത്തുള്ളൂ. എന്ത് ചെയ്യാനാണ് ഉസ്താദ് എന്ന് പറയുന്ന എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ അവരെ മാറ്റി നിർത്തണം. എന്റെ വാപ്പന്മാരെ അവരെ മാറ്റി നിർത്തണം. മിനിയാന്നാണ് ഒരു സഹോദരന്റെ വോയിസ് ഞാൻ കേട്ടത്. ഉദിമ പടിഞ്ഞാറിൽ വെച്ച ആ പ്രിയപ്പെട്ട സഹോദരന്റെ സഹധർമ്മിണി കാത്തു നിൽക്കുകയാണ്. പാതിരാത്രി
4 മണി സമയമാണ് എന്റെ പ്രിയപ്പെട്ടവരെ. എവിടെയുമല്ല, ഇവിടെ നിന്ന് 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ കാസർഗോഡ് ജില്ലയുടെ നായിമാർ മൂല എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ സംഭവം ആ സഹോദരന് പറയാട്. അല്ലാഹു ഒരു ചെറുപ്പക്കാരൻ നൽകുന്ന സുന്ദരമായ രാത്രിയാ, സുഖലോലുപമായ രാത്രിയാ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കടന്നു വരാനില്ലാത്ത രാത്രിയാണ്. തന്റെ പ്രിയപ്പെട്ട മണവാട്ടിയെ കാണാൻ വേണ്ടി പോകുന്ന വഴിക്ക് 4 മണി രാത്രിയായിട്ട് പോലും തമ്മാടികളായ കൂട്ടുകാർ എന്റെ പ്രിയപ്പെട്ടവരെ ആ ചെറുപ്പക്കാരനെ വട്ടം കറക്കുകയാണ്. അവർ അവിടേക്ക് പോകാൻ അനുവദിക്കുന്നില്ല. അവനെയും കൂട്ടി അവർ വട്ടം കറങ്ങുകയാണ്. പാതിരാത്രി 4 മണിക്ക് സമയത്താണ്. ആ പുതുമണവാട്ടിയുടെ അവസ്ഥയെന്ന് ആലോചിച്ചു നോക്കൂ ചെറുപ്പക്കാരാ. കോഴിക്കോട് ജില്ലയിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ട്രൗസർ ധരിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഒരു അരപ്പാവ് ധരിച്ചുകൊണ്ടല്ല LKGയുടെ മക്കൾ ഒരു സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ പഠിച്ചവനെ ഒരു വെള്ളക്കുപ്പിയും പിടിച്ച് ബാഗ് ധരിച്ചുകൊണ്ട് ഒരു അരഭ്രാന്തനായ നട്ടലില്ലാത്ത ചെറുപ്പക്കാരന് പോയത് നമ്മൾ കണ്ടവരാ. ആരെ പറയിപ്പിക്കാനാ? ഇസ്ലാമിന്റെ പേര് പറഞ്ഞുകൊണ്ട് മുസ്ലിം നാമധാരിയായി തമ്മാടിത്തനങ്ങൾ ചെയ്തു കൂട്ടുന്ന എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, തന്റെ പ്രിയപ്പെട്ട മണവാട്ടിയെ കാണാൻ വേണ്ടി പോകുമ്പോ പടക്കം പൊട്ടിക്കുന്നവരെ, ശൈത്താന്റെ വേഷം കെട്ടുന്നവരെ, എന്റെ പ്രിയപ്പെട്ടവരെ JCBയിൽ വെള്ളമടിച്ചു കൊണ്ടുപോകുന്നവരെ, പാതിരാത്രി സമയം വരെ എവിടെയെല്ലാം കറങ്ങി അവസാനം സുബ്ഹി ബാങ്കിന്റെ സമയത്ത് തന്റെ മണവാട്ടിയുടെ റൂമിന്റെ അകത്തളത്തേക്ക് കടന്നു ചെല്ലുന്ന എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, ആ രാത്രിയെ കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടടാ? ആ രാത്രിയെ കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടടാ? അല്ലാഹുവിന്റെ മലക്കുകൾ വാനലോകത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന രാത്രിയാണ്. റഹ്മത്തിന്റെ മാലാകന്മാരുണ്ടല്ലോ നിന്റെ ബെഡ്റൂമിന്റെ അകത്തളത്ത് കാത്തു നിൽക്കുന്ന രാത്രിയാ. എന്തിനെന്നറിയോ? നിനക്ക് വേണ്ടി ദുആ ചെയ്യാ, നിനക്ക് ജനിക്കുന്ന സന്താനങ്ങൾക്ക് ദുആ ചെയ്യാ, നിന്റെ കുടുംബ ജീവിതത്തിന് ദുആ ചെയ്യാ. അല്ലാഹുവിന്റെ റസൂൽ പറയാട്, ഒരു മനുഷ്യനുണ്ടല്ലോ തന്റെ സഹധർമ്മിണിയെ ആദ്യത്തെ രാത്രി കാണാൻ പോവുകയാണ്. എന്നിട്ടോ തന്റെ മണവാട്ടിയെ കണ്ടുമുട്ടുമ്പോ ഇന്ന റജുല ഇദാ നളറ ഇലാ ഇംറഅതിഹി വനളറത ഇലൈഹി നറല്ലാഹു ഇലൈഹി മാ നളറത റഹ്മാ. അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് നിന്റെ സഹധർമ്മിണിയെ കാണാൻ വേണ്ടി പ്രഥമ രാത്രി എന്ന് പറയുന്ന സുന്ദരമായ മുഹൂർത്തത്തിൽ മണിയറക്ക് നീ കിടക്കുമ്പോ ഓനെ അവളെ നീ ഒറ്റവനോട്ടം നോക്കുമ്പോ, അവളെ നിന്നോട് നോട്ടം ഷെയർ ചെയ്യുമ്പോ, നിങ്ങൾ മധുവിത് പകരാൻ വേണ്ടി അടുത്താകുമ്പോ അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ പരിശുദ്ധമായ കാരുണ്യത്തിന്റെ നോട്ടമുണ്ടല്ലോ നിങ്ങളുടെ മണിയറയിലേക്ക് വർഷിക്കുകയാ. അല്ലാഹുവിന്റെ മലക്കുകൾ ആ മണിയറയിലിരുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എങ്ങാളും അവളുടെ കൈ നീ പിടിച്ചാൽ, നിന്റെ സഹധർമ്മിയുടെ മുൻകൈ നീ പിടിച്ചാൽ തസാഖതതു അൻദുനൂബുഹുമാ ബിഖിലലി അസാബിഹിമാ, നിങ്ങളുടെ രണ്ടാളുടെ വിരൽ തുമ്പിന്റെ ഇടയിൽ, രണ്ട് കൈയുടെയും വിരൽ തുമ്പിന്റെ ഇടയിലുണ്ടല്ലോ നിങ്ങളുടെ സർവ്വ പാപങ്ങളും മുതിർന്നു പോകുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. അതേ സമയത്തോ നീ തമ്മാടിത്തനം ചെയ്ത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ മധുവിത് പകരാൻ വേണ്ടി മണിയറക്ക് കയറുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെരുന്നാപ്പറമ്പിലുള്ള ചെറുപ്പക്കാരാ, ആ മലക്കുകൾ നിന്നെ ശപിക്കുകയാണ്, നിന്റെ കുടുംബ ജീവിതത്തിനെ ശപിക്കുകയാ. എന്നിട്ടും ആ മലക്കുകൾ നിന്നെ ലഅനത്തിട്ടപടന്ന് ഓടിപ്പോകുമ്പോ ഇബ്ലീസുൽ ലഈനും ശൈത്താനിന്റെ സംഘവുമുണ്ടല്ലോ ആ ബെഡ്റൂമിലേക്ക് വന്ന് നൃത്യം ചവിട്ടുമ്പോ നിനക്കതിലൂടെ ജനിക്കുന്ന മക്കൾ ഹറാം പറപ്പിന്റെ മക്കളാവുകയാ. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. എത്രത്തോളം ഗൗരവമുണ്ട് അല്ലേ? ഒരു ദിവസത്തിന്റെ മണിക്കൂറുകളുടെ സുഖത്തിന് വേണ്ടി കൂട്ടുകാരന്റെ താല്പര്യത്തിനൊത്ത് നൃത്യം ചവിട്ടി പടക്കം പൊട്ടിച്ച് ശൈത്താന്റെ കോലത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ടൗസറിട്ടുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട മണവാട്ടിയെ നീ കാണാൻ പോകുന്നുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിന്റെ മരണം വരെ നീ അനുഭവിക്കേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതിൽ നിന്ന് ജനിക്കുന്ന ഒരു സന്താനവും നന്നാവില്ല. കാരണം റഹ്മത്തിന്റെ മാലാകന്മാർ ശപിച്ച് ശൈത്താന്മാർ വന്നുകൂടുന്ന മണിയറയായ അത് മാറും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പെരുന്നാപ്പറമ്പിലുള്ള ചെറുപ്പക്കാരാ, നിന്റെ കൂട്ടുകാര് നിന്നെ എത്ര നിർബന്ധിച്ചാലും, കൂട്ടുകാരാണ് ഏറ്റവും വലിയ ശൈത്താന്മാർ. തമ്മാടികളായ കൂട്ടുകാരെ ഒറ്റപ്പെടുത്തി നല്ലവരായ നിന്റെ വരുന്ന കൂട്ടുകാരെ, അല്ലെ ഈ അടുത്ത കാലത്താണ് എന്റെ പ്രിയപ്പെട്ട ഒരു കോഴിക്കോട് ജില്ലയിൽ പടക്കം പൊട്ടിച്ച്
ഒരുപാട് ആഭാസം നടത്തുമ്പോൾ പരസ്പരം കയ്യേറായി അടിപിടിയായി ഒരാൾ ഇതിന്റെ പേരിൽ മരണപ്പെട്ടു പോയി. ആലോചിച്ച് നോക്കിയേ, ഒരു സമുദായത്തിൽ ഇങ്ങനെ ഉണ്ടോ? ഒരു സമുദായത്തിലും ഇങ്ങനെയുണ്ടോ? എന്റെ പ്രിയപ്പെട്ടവരെ, ഹൈന്ദവ സമുദായത്തെ എടുത്തു നോക്ക്, ക്രിസ്ത്യൻ സമുദായത്തെ എടുത്തു നോക്ക്, ഏത് മതവിശ്വാസക്കാരെടുത്തു നോക്ക്, അവർ നിക്കാഹിനെ കല്യാണത്തെ ആരാധനയായി കാണുന്നവരാ, നമ്മളോ ആഭാസമായി കാണുന്നവരാ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, സുന്ദരമായ ദാമ്പത്തിക ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. വയസ്സന്മാർ കേട്ടോളി, ബാല്യക്കാരൻ കേട്ടോ. അങ്ങനെ ദാമ്പത്തിക ജീവിതം നന്നാകണമെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യക്കും കടപ്പാടുണ്ട്, ഭർത്താവിനും കടപ്പാടുണ്ട്. എപ്പോൾ നമ്മൾ പറയുന്നത് ഭാര്യമാരെ കുറിച്ചാണ്. എന്നാൽ ഇന്ന് ഞാൻ ഇൻഷാ അല്ലാഹ് ഭർത്താക്കന്മാരുടെ ചില കടപ്പാടുകൾ ആദ്യമായി സൂചിപ്പിച്ച് പിന്നെ ഭാര്യമാരുടെ കടപ്പാടിലേക്ക് വരാം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദാമ്പത്തിക ജീവിതം നന്നാകണമെങ്കിൽ ഭാര്യയോട് പാലിക്കേണ്ട ഒന്നാമത്തെ കടപ്പാടെന്തെന്നറിയോ? എന്റെ പെരുന്നാപ്പറമ്പിന്റെ ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂൽ പറയുകയാണ്, നിന്റെ ഭാര്യയുടെയും നിന്റെയും ദാമ്പത്തിക ജീവിതം അല്ലാഹു പൊരുത്തപ്പെട്ട ദാമ്പത്തിക ജീവിതമാവണോ? സ്വർഗത്തിന്റെ ആട്ടുതൊട്ടിലുകളിൽ നിന്ന് നിങ്ങൾക്ക് കളിക്കണോ? അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് പടച്ചവന്റെ പൊരുത്തത്തോടെയുള്ള ജീവിതമാകണോ? എന്നാൽ ഭർത്താക്കന്മാര് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കടപ്പാടെന്തെന്നറിയൂ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയുണ്ടല്ലോ, നീ കെട്ടിക്കൊണ്ടു വന്ന പെണ്ണുണ്ടല്ലോ, എല്ലാം ത്യജിച്ചെരിഞ്ഞ് എല്ലാം വലിച്ചെരിഞ്ഞ് സ്വന്തം വീട് പോലും പണയപ്പെടുത്തി അവിടെ നിന്ന് ത്യാഗം ചെയ്ത് തന്നെ പോറ്റി വളർത്തിയ വാപ്പയും ഉമ്മയും വിട്ടുവന്ന നിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയായ നിനക്ക് വേണ്ടി ജീവിക്കാൻ വേണ്ടി വരുന്ന ഭാര്യയുണ്ടല്ലോ, ആ ഭാര്യയോട് നീ ഏത് കാര്യത്തിലും ഇടപെടുന്നതിന്റെ മുമ്പ് അവളെ നീ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ഒന്നാമത്തെ കടപ്പാടാണ്. ഭാര്യയോട് ഏത് വിഷയത്തിലും ഇടപെടുന്നതിന് മുമ്പ് അവളെ നീ ശരിക്കും മനസ്സിലാക്കണം. തെറ്റിദ്ധരിക്കലല്ല, ഭാര്യയെ കുറിച്ച് സംശയത്തിന്റെ നോട്ടം പാടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, അവളെ കുറിച്ച് ഏതെങ്കിലും ഒരു തെറ്റിദ്ധാരണയുടെ വാക്ക് പോലും പറയാൻ പാടില്ല. കാരണം എന്തേ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പെണ്ണിനെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഇടത്തെ വാരിയിൽ നിന്ന് പടച്ചത് കൊണ്ട് തന്നെ ഒരു പെണ്ണിനിക്ക് വളവുണ്ടാകും. ആ വളവുള്ളത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ആ പെണ്ണിനെ ഒരാള് നന്നാക്കാൻ തീരുമാനിച്ചാൽ അവനെ കൊണ്ട് കഴിയില്ല. ഭാര്യ ഭർത്താവിനെ ഒരിക്കലും അംഗീകരിക്കില്ല. അള്ളാന്റെ മഹാന്മാർ പറയുന്നത് അതാണ്. ലോകത്ത് നിനക്ക് വേണ്ട ഏറ്റവും വലിയ അംഗീകാരം ആരുടെ അംഗീകാരം എന്നറിയോ? ഈ അബ്ദുൽ കരീം ഫൈദിക്ക് അംഗടിമുഖക്കാരൻ അംഗീകാരം വേണ്ട. ഞാൻ ജോലി ചെയ്യുന്ന മഹല്ലത്തുകാർ അംഗീകാരമല്ല എനിക്ക് വേണ്ടത്. എന്റെ നാട്ടുകാരുടെയും എന്റെ വാപ്പയുമ്മയുടെയും എന്റെ കൂടപ്പിറപ്പുകളുടെ അംഗീകാരമല്ല. എനിക്ക് വേണ്ട ഏറ്റവും വലിയ അംഗീകാരം ഭാര്യയുടെ അംഗീകാരം. ഭാര്യ അംഗീകരിച്ചാല് നമ്മൾ നല്ലായി എന്നർത്ഥം അല്ലേ? ഒരിക്കലും ഭാര്യമാർ അംഗീകരിക്കൂല. മുൻഗാമികളായ എത്ര നമ്മൾ ചെയ്താലും ഇത്തരന്നെ. മുൻഗാമികളായ ഒരു സൂഫിയായ മനുഷ്യന്റെ കഥ കാണാം. അയാൾ വലിയ മഹാനായിരുന്നു, വലിയ സൂഫിയായിരുന്നു, വലിയ ആബിദായിരുന്നു. അയാളുടെ ആളുകൾ ദൈനംദിനം ദ്വാ ചെയ്യിപ്പിക്കാനും മന്ത്രിപ്പിക്കാനും ഒക്കെ വരും. ഈ ഭാര്യ എപ്പോഴും അയാളെ പുച്ഛിച്ച് കാണാണ്. വലിയ കറാമത്തുള്ള മഹാനാണ്. ഭാര്യ അയാളെ പുച്ഛിച്ച് കാണാണ്. ഇയാളൊരു മന്ത്രം, ഇയാളൊരു ദുആ, ഇയാളുടെ താള് വരുന്നത് ഇതെല്ലാം പോക്കാണ്. അയാൾ ആ പെണ്ണുങ്ങൾ സ്വന്തം ഭാര്യ അവിടെ അംഗീകരിക്കുന്നില്ല. ഇയാൾക്ക് വല്ലാത്ത മനപ്രയാസം ഉണ്ടായി. എന്താ റബ്ബേ ചെയ്യാ, എന്റെ ഭാര്യ ഒന്ന് ശരിയാക്കണം. അപ്പൊ എന്താ ചെയ്യാ? ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ മുറ്റമടിക്കുമ്പോ, വീടിന്റെ അടിച്ചു വാരുമല്ലോ, ആ അടിച്ചു വാരുന്ന സമയത്ത് ഞാൻ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോയി അള്ളാഹിനോട് ദുആ ചെയ്ത് എന്തെങ്കിലും ഒരു കറാമത്തിന് വേണ്ടി പടച്ചവനോട് ദുആ ചെയ്യാം. ശരിയാണ്. അങ്ങനെ അയാൾ പിറ്റേ ദിവസം ഭാര്യ മുറ്റമടിക്കുമ്പോൾ നേരെ തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോയിട്ട് നിസ്കരിച്ച് പടച്ചവനോട് ദുആ ചെയ്തു, അല്ലാഹുവേ പടച്ചവനെ, ഞാൻ നിന്റെ ഒരു വലിയാണല്ലോ, എനിക്കിങ്ങനെ ആകാശത്തിൽ പറക്കാനുള്ള ഒരു കഴിവ് എനിക്ക് നീ തരണേ അല്ലാഹ്. ആകാശത്തിൽ ഇങ്ങനെ പറക്കാനുള്ള കഴിവ് എനിക്ക് നീ തരണേ അല്ലാഹ്. അയാൾ ദുആ ചെയ്തു. അല്ലാഹു വൈകാതെ അയാളുടെ ദുആഇന് ഇജാബത്ത് ചെയ്തു. അയാൾ ഇങ്ങനെ പാരി 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 ഇങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ വന്നു. എവിടെ വന്നു എന്ന് പറഞ്ഞാൽ അയാളുടെ ഭാര്യ മുറ്റമടിക്കുന്ന സ്ഥലത്തേക്ക് അയാൾ വന്നു. സുബ്ഹാന ജല്ല ജലാലു. ഭാര്യക്കൊരു ശബ്ദം കേൾക്കുന്നു. മുകളിൽ നോക്കുമ്പോ ഒരു മനുഷ്യൻ ഇങ്ങനെ വട്ടമിട്ട് ഭാര്യയുടെ തലഭാഗത്ത് ഇങ്ങനെ കറങ്ങാണ്. ഭർത്താവൊന്നും ഈ പെണ്ണുങ്ങൾക്ക് അറിയില്ല. അത്ഭുതത്തോടെ നോക്കി.
കുതിരത്തോടെ നോക്കുമ്പോ ഒരു മനുഷ്യൻ ആരും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പറക്കാണ് ഫ്ലൈറ്റ് പറന്നതുപോലെ. സുബ്ഹാന ജല്ല ജലാലുഹു. ഈ പെണ്ണുങ്ങള് അയാൾ അങ്ങനെ പറന്നിട്ട് നേരെ പള്ളിക്ക് പോയി. ഈ പെണ്ണുങ്ങൾക്ക് ഭർത്താവെന്ന് മനസ്സിലായില്ല. ഈ ഒരു അത്ഭുതത്തെ പറയാൻ ഭർത്താവ് പള്ളിയിൽ നിന്ന് വരാൻ വേണ്ടി കാത്തു നിന്നു. നല്ല പെണ്ണുങ്ങൾ അങ്ങനെ അല്ലെ, എന്ത് കാര്യം ഉണ്ടെങ്കിൽ ആദ്യമായി ഷെയർ ചെയ്യുന്നത് ഭർത്താവിനോട്. അങ്ങനെ കാത്തിരുന്നു. ഭർത്താവ് എത്തി വീട്ടിലേക്ക്. ഭർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇക്ക നിങ്ങൾക്കൊരു വിഷയം. എന്ത് കുതിരത്ത്, എന്ത് അത്ഭുതം, ഒന്നുമില്ല. ഞാനിവിടെ മുറ്റമടിക്കുമ്പോ എന്റെ തലയുടെ മുകൾ ഭാഗത്ത് ഫ്ലൈറ്റ് പറന്നതുപോലെ വട്ടമിട്ടിങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ പറക്കാണ്. അതെയാ? എന്നിട്ട് എനിക്കെന്ത് തോന്നി? അയാളെ പോലത്തെ കുതിരത്തുള്ള കറാമത്തുള്ള മനുഷ്യൻ ലോകത്തില്ല, അല്ലാത്തൊരു മനുഷ്യനാണ്. അപ്പൊ ഭർത്താവ് പറഞ്ഞു, എടി ഇപ്പോഴെങ്കിലും നീ എന്നെ അംഗീകരിച്ചല്ലോ. ആ പറഞ്ഞത് ഈ മനുഷ്യനായ നിന്റെ ഭർത്താവായ ഞാന്. അപ്പൊ ഈ പെണ്ണ് പറഞ്ഞെന്താണെന്നറിയോ? നിങ്ങളാ ബേരാണുങ്ങളാണെങ്കിൽ കൈക്കാല് നീട്ടിട്ട് പറക്കട്ടെ, നിങ്ങൾ കൈക്കാല് മടക്കിയിട്ടുണ്ടായി അംഗീകരിക്കൂല. എത്ര നല്ല ആളായാലും എത്ര വലിയ ആളായാലും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യയെ ഒരു വലിയ ആലിമാണ്, സൂഫിയാണ്, ആബിദാണ്, വലിയ പണ്ഡിതനാണ്, അധികാരമുള്ളവനാണ്, സാമ്പത്തിക സ്രോതസ്സുള്ളവനാണ്. ഞാൻ കല്യാണം കഴിച്ച് ആ പ്രിയപ്പെട്ട ഭാര്യയെ വരച്ച വരയിൽ നിർത്താമെന്ന് തീരുമാനിച്ചു പോയെങ്കിൽ അത് നിന്നെ കൊണ്ട് കഴിയില്ല ചെറുപ്പക്കാരാ. ഭാര്യയെ ശരിക്കും മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനാണ് യഥാർത്ഥ ഭർത്താവ്. ഞാൻ വരച്ച വരയിൽ എന്റെ പ്രിയപ്പെട്ട പെരുന്നാപ്പളമ്പിലുള്ള ഭാര്യയുണ്ടല്ലോ, അവൾ നിൽക്കണമെന്നാരെങ്കിലും തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കഴിയില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അവളെ നിനക്ക് നന്നാക്കാൻ കഴിയില്ല. ഇനങ്ങാളും അവൾ നീ പറഞ്ഞതുപോലെ അനുസരിക്കാതിരിക്കുമ്പോ കുശുമ്പ് കാണിച്ചപ്പോ അവൾ നീ തല്ലിയാൽ ഇടിച്ചാൽ ആ ബന്ധം തലാക്കിലൂടെ മുറിഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് ഭാര്യയോട് അഡ്ജസ്റ്റ്മെന്റോടുകൂടെ അവളോട് നീ വല്ലതും പറയാൻ പോണ്ട. പിന്നെ 3 കൊല്ലം മോദിന്റെ ജയിലിരുന്നോ, നീ വിട്ടോ എന്ന് പറയും ഇന്നത്തെ ഭാഷയിലാണ് അല്ലെ. ഇത് ചില കാക്കന്മാർക്ക് അറിയില്ല. ചില ആൾ ഇങ്ങനെ അല്ലെ. കല്യാണത്തിന്റെ 150 സാധനങ്ങള് ഇവനെല്ലാം മനപ്പാടാണ്. ഈ 3 അക്ഷരം പഠിക്കാൻ ഇവനെ കൊണ്ട് കഴിച്ചു. എല്ലാ ഉസ്താദന്മാർ പെടുന്ന പാട്. ഞാനൊരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ ഉസവ്വിജുക്ക, അയാൾ പറയാണ് സവ്വജുതുക്കഹ, എന്റെ മോളെ ഉസ്താദ് നിനക്ക് ഞാൻ കെട്ടിച്ചു തന്നു. ഒന്നാലോചിക്കുക, പറയാൻ പറ്റുന്നില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പറഞ്ഞു വരുന്നത് ഒരു പെണ്ണിനെയും നിങ്ങൾക്ക് നന്നാക്കാൻ കഴിയില്ല. ലോകത്തിന്റെ നേതാവിന് പോലും സംഭവിച്ചില്ല. ആരാ ലോകത്തിന്റെ നേതാവ്? മന്ദസ്മിതമാം മധുമൊഴി തീർത്ത പൂവേ മഹ്മൂദേ, മാണിക്യമരതകം നാണിക്കുന്നുള്ളൊരു ചേലി പനിനീരേ, മാതൃക പാത ഉലകത്തിൽ മുഴുവനും വീശി കനിഞ്ഞോരേ, മാണിക്യക്കല്ലും മരതകവും തോൽക്കുന്ന നബിയോരേ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, ലോകത്തിന്റെ നേതാവ്, തന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണിയെ തലാഖ് ചൊല്ലുകയാ. ആരെയാണ് തലാഖ് ചൊല്ലുന്നതെന്നും അറിയോ? അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടതോഴനായ മഹാനായ സയ്യിദനാ അബൂ ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ പൊന്നുമോള് മഹദിയായ ഹഫ്സ റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂൽ റജഈയായ തലാഖ് ചൊല്ലിയില്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, പെണ്ണങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ കല്യാണം കഴിഞ്ഞ് 2 മാസം കഴിയുമ്പോ, 2 വർഷം കഴിയുമ്പോ നിന്റെ ഭാര്യ നീ പറഞ്ഞതുപോലെ അനുസരിക്കാതിരിക്കുമ്പോ, വല്ല കുശുമ്പുകള് കാണിക്കുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കുടുംബ കോടതിയിൽ നീ പോണ്ട, ജമാഅത്ത് പ്രസിഡന്റിനോട് പറയണ്ട, എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്താദന്മാരോട് പോയി ഖാദിയോട് പരാതി പറയേണ്ട ആവശ്യമില്ല. മറിച്ച് എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഭാര്യ ഒന്ന് ശരിക്കും മനസ്സിലാക്കിയാ മതി, ആ ഭാര്യയെ ഇത്തിരി അംഗീകരിച്ചാ മതി. എന്ന് പറഞ്ഞാൽ നിന്റെ പ്രിയപ്പെട്ട ഭാര്യ അത്രത്തോളം കടപ്പാടുകൾ ഉള്ളവളാണ്. അവളോട് നീ പാലിക്കേണ്ടവനാണ്. അല്ലാതെ ഭാര്യ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ വിചാരിച്ചത്? നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ചുറ്റിക്കറങ്ങാൻ മാത്രമുള്ളവളല്ല, വികാല
ലാൻഡിലേക്കും വയനാടിലേക്കും ടൂറിന് മാത്രം കൊണ്ടുപോകാനുള്ളവളല്ല. നിന്റെ വീടിന്റെ അടുക്കളയുടെ അകത്തളത്ത് കരിയും പുരണ്ടുകൊണ്ട് ജീവിക്കാൻ മാത്രമുള്ളവളല്ല. നിന്റെ പ്രിയപ്പെട്ടവരെ കുറ്റപ്പെടുത്താനുള്ളവളല്ല, സംശയാതീതമായി കാണാനുള്ളവരല്ല, അടിച്ചമർത്തപ്പെടാനുള്ളവരല്ല, ആട്ടിവോടിക്കപ്പെടാനുള്ളവരല്ല, നിന്റെ വീടിന്റെ അടുക്കളയുടെ യന്ത്രമായി കഴിയാനുള്ളവരല്ല, നിന്റെ വസ്ത്രമലക്കാനും നിന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ എല്ലാ പരിചരണത്തിനും മാത്രമുള്ളവളല്ല. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആരാണെന്നറിയോ? നിനക്കവള് സ്വർഗം വാങ്ങി തരാനുള്ളവളാ, നിനക്കവള് സ്വർഗം വാങ്ങി തരാനുള്ളവളാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറയാട്, ഭാര്യമാരുടെ കാര്യത്തിൽ എന്റെ പെരുന്നാപ്പറമ്പുകാരാ വല്ലാത്ത പേടിക്കണേ. ഭാര്യമാരുടെ കാര്യത്തിൽ നിങ്ങൾ വല്ലാത്ത പേടിക്കണേ. കാരണം എന്തെന്നറിയോ? ഭാര്യ എന്ന് പറഞ്ഞാൽ അവരുടെ കടപ്പാടുകൾ പാലിക്കാത്തവനുണ്ടല്ലോ, നാളെ പടച്ചവന്റെ ലോകത്തേക്ക് അവന് കടന്നു വരുന്നത് എങ്ങനെയാണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, അവന്റെ തോള് ചരിഞ്ഞവനായി, ഒരു ഭാഗത്തിന്റെ തോള് ചരിഞ്ഞവനായി അല്ലാഹുവിന്റെ പരിശുദ്ധ കോടതിയിലേക്ക് അവന് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഒന്നാമത്തെ കടപ്പാട്, ഭാര്യയോട് ഇടപഴകുന്നതിന്റെ മുമ്പ് ശരിക്കും അവളെ ഒന്ന് മനസ്സിലാക്കണം. അവൾക്ക് സംസാരിക്കാൻ നിങ്ങൾ സമയം കൊടുക്കണം, അവളെ വാക്ക് നിങ്ങൾ കേൾക്കണം. ചില ആണുങ്ങൾക്കുണ്ട്, നമ്മ പറഞ്ഞതന്നെ ശരി, ഓ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, സ്നേഹം കാണിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. രണ്ടാമത്തെ കടപ്പാട് ഒരു ഭർത്താവിനേക്ക് ഭാര്യയോടുള്ളത്, ഇഹ്തിറാമു റജുലിൽ മർഅതി വൈകറാമുഹാ, പെണ്ണിനെ ബഹുമാനിക്കണം. ഉസ്താദെ, ബഹുമാനിക്കാതെ തന്നെ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുന്നത് ഭയങ്കര പ്രയാസത്തിൽ. ഇനി ബഹുമാനിച്ചാൽ എന്താവും? ബഹുമാനം എന്ന് പറഞ്ഞാല് ഇന്ന് പോയി നീ പെട്ടെന്നെത്തി വീട്ടിലേക്ക്, വാതിൽ തുറന്ന് ഇങ്ങനെ ചാരി കസേരയിരിക്കുകയാണ്, ഭാര്യ വരുമ്പോ സല്യൂട്ടടിക്കണമെന്നല്ല ഈ പറഞ്ഞത്. പിന്നെ എന്റെ പ്രിയപ്പെട്ടവരെ, മനസ്സിൽ ഒരു ബഹുമാനവും ആദരവും ഭാര്യയോട് വേണം. നമുക്ക് എപ്പോഴാണ് എന്റെ പ്രിയപ്പെട്ടവർ നമുക്ക് ബഹുമാനം വരുന്നത്? എപ്പോ? അപ്പുറത്തെ വീട്ടിന്റെ ആയിഷനെ കാണുമ്പോ, നമ്മളെ ഭാര്യ ഒന്നുമല്ല. അപ്പുറത്തെ വീട്ടിന്റെ ജമീലയെ കാണുമ്പോ, തൊട്ടടുത്ത് ടൗണിൽ കറങ്ങുമ്പോൾ ആരെങ്കിലും ഒരു സുന്ദരിയായ പെണ്ണിനെ കാണുമ്പോഴാണ് നമ്മുടെ ഭാര്യ ഒന്നുമല്ല. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, മാ അക്റമൻ നിസാ ഇല്ലാ കരീം വമാ അഹാനഉന്ന ഇല്ലാ ലഈം. ഭാര്യയെ ബഹുമാനിക്കുന്നതാരാ? മനസ്സുകൊണ്ട് താലോലിക്കുന്നതാരാ? ഭാര്യയെ സ്നേഹിക്കുന്നതാരാ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഭാര്യയെ ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും മനസ്സുകൊണ്ട് താലോലിച്ച് നടക്കുന്നതും മാന്യനായ മനുഷ്യന് മാത്രമേ കഴിയുള്ളൂ. അല്ലേ? ആലോചിച്ച് നോക്കിയേ, ഇന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, കല്യാണം കഴിക്കാൻ വേണ്ടി പെണ്ണുറപ്പിക്കുമ്പോ ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് നമ്മുടെ ഉമ്മമാരോ നമ്മുടെ കുടുംബക്കാരോ ചോദിക്കുന്ന ചോദ്യം ഒരു യന്ത്രം കൊണ്ടുവരും പോലെ, പെണ്ണിന് അടുക്കള ജോലി അറിയുന്നുണ്ടോ? പെണ്ണിന് വസ്ത്രം അലക്കാൻ അറിയുന്നുണ്ടോ? പെണ്ണിന് മറ്റു പണി മീൻ വിരിക്കാൻ അറിയുന്ന? ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണിനെ കൊണ്ടുവരുന്നത്. അങ്ങനെയല്ല. പെണ്ണെന്ന് പറഞ്ഞാൽ മനസ്സുകൊണ്ട് താലോലിച്ചു കൊണ്ടു നടക്കാനുള്ള, പക്ഷെ അത് ഓവറായി പോകാൻ പാടില്ല എന്നേ ഉള്ളൂ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, എന്തിനാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാണെന്നറിയോ എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂല് പറയുകയാണ്, നിന്റെ ഭാര്യയെ ബഹുമാനിക്കണം, ആദരിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ? അതിന്റെ ഒന്നാമത്തെ കാരണം അല്ലാഹുവിന്റെ റസൂല് പറയാ, വഹിയ ശരീകത്തു ഹയാതിഹി, വഹിയ ശരീകത്തു ഹയാതിഹി. നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ, നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവള് നിന്റെ ജീവിതത്തിന്റെ പങ്കാളിയാ, അവള് നിന്റെ ജീവിതത്തിന്റെ പങ്കാളിയാ. ആര് മറന്നാലും മരിക്കുന്നത് വരെ നിന്റെ കൂടെ ജീവിക്കേണ്ടത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. മക്കൾ എന്റെ പ്രിയപ്പെട്ടവരെ വിദ്യാസമ്പന്നരായി ജോലി തേടി പല നാടുകളിലേക്കും പോവും, പല നാടുകളിലേക്കും പോവും. മാത്രമല്ല നിന്റെ കൂടപ്പിറപ്പുകളും അവർ വേറെ വേറെ വിട്ടുപിരിയും. നിന്റെ ഉമ്മയാണെങ്കിലും വാപ്പയാണെങ്കിലും കാലങ്ങൾ കഴിയുമ്പോൾ വിട പറയും. പക്ഷേ നിന്റെ കൂടെ എപ്പോഴും ജീവിക്കേണ്ടത്, നിന്റെ കൂടെ മരണം വരെ ജീവിക്കേണ്ടത് നിന്റെ പ്രിയപ്പെട്ട പെണ്ണാ. അതുകൊണ്ട് നീ അവളെ ആദരിക്കണേ, ബഹുമാനിക്കണേ. അല്ലേ? ആര് നമ്മളെ വിട്ടയച്ചു പോയാലും എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകുമ്പോഴാണ് ആൾക്കാരുണ്ടാവുക. പക്ഷേ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിനക്ക് താങ്ങും തണലുമായി ജീവിക്കുന്നത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യ.
എനിക്കറിയില്ല, ഈ അടുത്ത കാലത്ത് തിരുവനന്തപുരം ജില്ലയിലെ MG റോഡിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ കോടീശ്വരനായ ഒരു മനുഷ്യനുണ്ട്. ആ മനുഷ്യന് 4 ആൺമക്കളാണ്. നല്ല നിലക്ക് വിദ്യാഭ്യാസം പഠിപ്പിച്ച് അങ്ങനെ അവർ വലിയ നിലവാരത്തിലേക്ക് എത്തി, പെണ്ണ് കെട്ടി, അവസാനം വാപ്പയും ഉമ്മയും തനിച്ചാക്കി അവർ പോയി. ഒരാൾ UK പോയി, ഒരാൾ ജപ്പാനിലേക്ക് പോയി, ഒരാൾ അമേരിക്കയിലേക്ക് പോയി, മറ്റൊരാൾ ഏതോ ഒരു സ്ഥലത്തേക്ക് പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അങ്ങനെ കുറേ കാലം അവരുടെ കഴിഞ്ഞുകൂടി. വാപ്പ വലിയ കോടീശ്വരനാണ്, MG റോഡിൽ ഒരുപാട് സ്വത്തുള്ള മനുഷ്യനാണ്. അങ്ങനെ ആരോ അവർ ആ 4 മക്കൾക്ക് പറഞ്ഞു, നിങ്ങളുടെ വാപ്പ സക്കറാത്തിന്റെ വേളയിൽ കിടക്കാണ്, തളർന്നു കിടക്കാണ്, കാണാൻ മനസ്സുണ്ടെങ്കിൽ ഒന്ന് വന്നോ. പ്രിയപ്പെട്ട ആ 4 മക്കളും നാട്ടിലേക്ക് ഓടി വന്നു. മക്കളുടെ അവസ്ഥ തന്നെ പറയുന്നത്. ഓടി വന്നു. എന്നിട്ടോ വാപ്പ സക്കറാത്തിന്റെ വേളയിൽ തളർന്നു കിടക്കാൻ. മക്കൾ വന്നത് വാപ്പാന്റെ ആ അവസാനത്തെ ഒരു മുഖം കാണാനല്ല, പിന്നെ എല്ലാവരും എൻ്റെ പ്രിയപ്പെട്ടവരെ ആധാരം സ്വന്തമാക്കാൻ, വാപ്പാന്റെ ഇന്നാലിന്ന സ്വത്തുക്കൾ സ്വന്തമാക്കാനുള്ള എല്ലാവിധ അപേക്ഷകളുമായി വക്കീലന്മാരെ പിടിച്ചിട്ടാണ്, അഡ്വക്കേറ്റുമാരെ പിടിച്ചിട്ടാണ് വന്നത്. 4 മക്കളും വന്നു. അങ്ങനെ വന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ മക്കൾ 4 ആളും അവിടെ കൂടി വാപ്പ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഈ കോടീശ്വരനായ വാപ്പ ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പൊ ഒരു മോൻ ഇത് നീട്ടുന്നുണ്ട്, പിന്നൊരു മോനും മറ്റേ വക്കീലിനാക്കുന്നുണ്ട്, പിന്നൊരു മോനും അങ്ങനെ 4 ആളും തിരക്കാണ്. ഉപ്പാന്റെ ആ കെട്ടിടം എനിക്ക് സ്വന്തമാക്കണം, ഉപ്പാന്റെ ആ ഫ്ലാറ്റ് എനിക്ക് സ്വന്തമാക്കണം, ഉപ്പാന്റെ കോടിക്കണക്കായ സ്വത്തുക്കളുടെ ഒരു 4% എനിക്ക് സ്വന്തം എന്നുള്ള ആർത്തിയോടുകൂടെ ഈ മനുഷ്യൻ ഇങ്ങനെ ആക്കുന്നുണ്ട്. ഇവരെ എല്ലാവരും അയാള് ഉണ്ടെന്നില്ല, അയാള് സംസാരിക്കുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, പിന്നെയും ഇങ്ങനെയും അയാൾ എന്താക്കി, ഇവര് അതിനുവേണ്ടി ആർത്തി കൂട്ടാണ്. ഇയാൾ പറയുന്നത് ആർക്കാണ്, ഏത് സ്വത്താണ്, ഏത് വിഹിതമാണ്, ആരുടെ അവകാശമാണ് എന്നാണ് ഈ 4 മക്കളുടെയും ആഗ്രഹം. ആദ്യം ആർക്കാണ് എഴുതാൻ വേണ്ടി ഉപ്പ ഇതാക്കുന്നത്. അവസാനം നോക്കുമ്പോ എന്തെന്നറിയോ, ഇയാൾ പറയും നിനക്ക് തൂറാനും മുട്ടുന്നു. മനസ്സിലായി നിങ്ങൾക്ക്? ആംഗ്യം കാണിച്ച് പറയാണ് തൂറാൻ മുട്ടുന്നു, ടോയ്ലറ്റിലേക്ക് പോകാൻ വേണ്ടി പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പല വാപ്പന്മാരെയും നമുക്ക് കാണാം, ഭാര്യ മരിച്ചു പോയവ തളരുകയാണ്. ഭാര്യമാർ മരണപ്പെട്ടു പോയാൽ പല ഭർത്താക്കന്മാരും അവസാനം തളരുകയാണ്. അല്ലാഹു അവർക്ക് സമാധാനം കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യ എന്ന് പറഞ്ഞാൽ അവന്റെ ജീവിതത്തിന്റെ പങ്കാളിയാണ്. പല ഉമ്മമാരും പറയാറുണ്ട്, ഉസ്താദേ എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ, കള്ളിന്റെയും കഞ്ചാവിന്റെയും മയക്കുമരുന്നിന്റെയും മോശപ്പെട്ട പ്രവണതകളെയും അടിമതിയായിരുന്നു ഉസ്താദ്. പള്ളിയുടെ ഭാഗം കാണാത്ത എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോനുണ്ടല്ലോ, തമ്മാടിത്തനങ്ങളിലൂടെ ജീവിതം മുതലാക്കി കൂട്ടുകാരോടൊപ്പം തോളത്ത് കയറ്റി നടന്ന എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോന്റെ ജീവിതത്തിലേക്ക് ഒരു പൊന്നുമോള് കടന്നു വന്നപ്പോ, ആ പ്രിയപ്പെട്ടവന്റെ ഭാര്യ കടന്നു വന്നപ്പോ ജീവിതം തന്നെ മാറ്റിമറിഞ്ഞു ഉസ്താദ്. എന്റെ പൊന്നുമോന് വല്ലാത്ത സന്തോഷത്തിലാണ് ഉസ്താദ് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീര് തുടക്കുന്ന പല ഉമ്മമാരെയും നമുക്ക് കാണാറുണ്ട്. അള്ളാന്റെ റസൂൽ അതുകൊണ്ടാണ് പറയുന്നത്, മോനെ നിന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ നീ ആര് നിന്നെ വിട്ടയച്ചാലും, ആര് നിന്നെ വേണ്ട എന്ന് വെച്ചാലും, ആര് നിന്നെ ദൂരപ്പെടുത്തിയാലും ഒറ്റപ്പെടുത്തിയാലും നിന്നോടൊപ്പം മരണം വരെ കടിഞ്ഞുകൂടുന്നവളാ. അതുകൊണ്ട് നീ അവളെ ബഹുമാനിക്കണേ. അതല്ലേ എൻ്റെ പ്രിയപ്പെട്ടവരെ, പല ഭാര്യ ഭർത്താക്കന്മാരെ നമുക്ക് കാണാൻ കഴിയുന്നത്, അവർ ഭക്ഷണം കഴിക്കുമ്പോഴും ഒന്നിച്ചിട്ടാണ്, അവർക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ എവിടെയെങ്കിലും പോകുമ്പോഴും ഒന്നിച്ചിട്ടാണ്, അവർ വാഹനത്തിലും ഒന്നിച്ചിട്ടാണ്, അവർ വീട്ടിലും കളിക്കൂട്ടുകാരെ പോലെ. അല്ലാഹ് എന്തോ ഒരു സന്തോഷമാ, അവരെ കാണാൻ എന്തോ ഒരു റാഹത്താണ്. റസൂലുള്ളാഹി അതുകൊണ്ട് പറഞ്ഞു, ഭാര്യയെ മനസ്സിലാക്കി അവരെ ആദരിക്കുകയും സ്നേഹിക്കുകയും മനസ്സിൽ താലോലിച്ച് നടക്കാൻ ഏതെങ്കിലും ഒരു അങ്കടിമകരുള്ള ചെറുപ്പക്കാരൻ നിന്റെ ഭാര്യയുടെ വാക്കിന് ഒരു ഇത്രയെങ്കിലും വില കൽപ്പിക്കാൻ, അവൾ പറയുന്നത് കേൾക്കാൻ ഒരു സമയം കൊടുത്താൽ നിന്റെ ദാമ്പത്തിക ജീവിതം നന്നാവുന്നതാ. രണ്ടാമതായി അല്ലാഹുവിന്റെ റസൂല് പറയാട്, നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്കണമെന്ന് പറയാനുള്ള കാരണം എന്ത്? വറബ്ബതു ബൈതിഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ വാചകം നോക്ക്, നിന്റെ വീട് സംരക്ഷിക്കുന്നവൾ നിന്റെ ഭാര്യ അല്ലേ? നീ രാവിലെ വീട് വിട്ടിറങ്ങ കൂലിവേളക്ക് പോയി രാത്രി വരുന്നത് 8 മണിക്കാണ്. നിന്റെ മക്കളെ, നിന്റെ വീട്ടു സ്വത്തുക്കളെ, നിന്റെ വീടിനെ മുഴുവനും സംരക്ഷിക്കുന്നത് പ്രത്യേകിച്ചും പ്രവാസികൾ മനസ്സിലാക്കി.
വിദേശ രാജ്യത്താണല്ലോ, അവർക്ക് സമാധാനം കൊടുക്കട്ടെ, ജോലിയിൽ ബറക്കത്ത് കൊടുക്കട്ടെ, ലൈവിലുള്ള പ്രവാസികളുടെ ജോലികളിലും ബിസിനസ്സിലും അല്ലാഹു ഖൈർ കൊടുക്കട്ടെ. ഈ നാട്ടിലുള്ള യുവാക്കളായ പ്രവാസികൾക്ക്, ഈ നാട്ടിലുള്ള പ്രവാസ ജീവിതം നയിക്കുന്നവർക്ക് അല്ലാഹു ദീർഘായുസ് കൊടുക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നാട് വിട്ട് 2 വർഷമായി, 1.5 വർഷമായി വീടും ഭാര്യയും മക്കളെയും തനിച്ചാക്കിയിട്ടാണ് അവൻ പോയത്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്നും ആ ഭാര്യ തസ്ബീഹ് ചൊല്ലി അദ്കാറുകൾ പറഞ്ഞ് ആ പരിശുദ്ധ ഖുർആനോദി ഭർത്താവിന്റെ ജോലിയുടെ നന്മക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. അവന്റെ വീടിനെ സംരക്ഷിക്കുന്നത് അവളാണ്. അതുകൊണ്ട് അവളെ നീ ബഹുമാനിക്കണം. അല്ലാതെ നീ എൻ്റെ പ്രിയപ്പെട്ടവരെ രാവിലെ ഈ ഒരു മുൻവശത്തിലൂടെ ഇറങ്ങുമ്പോ നിന്റെ വീടിന്റെ കുച്ചിലിൽ കൂടി ഇറങ്ങിപ്പോയി വൈകുന്നേരം നിന്നെ പോലെ വരുന്ന ഈ ഭാര്യക്ക് നീ ചെലവിന് പോലും കൊടുക്കണ്ട. അവളെ ബഹുമാനിക്കല്ല, ചെലവിന് പോലും കൊടുക്കണ്ട. കാരണം നിന്റെ വീട് നിയന്ത്രിക്കാനുള്ളവളാണ് നിന്റെ ഭാര്യ. മൂന്നാമതായി, ഭാര്യയെ സ്നേഹിക്കണം, ആദരിക്കണം, ബഹുമാനിക്കണം എന്ന് പറയാനുള്ള കാരണം എന്ത്? അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, വഉമ്മു ഔലാദിഹി വഉമ്മു ഔലാദിഹി. നിനക്ക് മക്കളെ തന്നത് നിന്റെ ഭാര്യയാണ്, നിനക്ക് ഉപ്പ എന്ന് പറയുന്ന സ്ഥാനം തന്നത് ഭാര്യ. എത്ര കഷ്ടപ്പെട്ട്, എത്ര അധ്വാനിച്ച്, എത്ര പ്രയാസം സഹിച്ച് 2 ജീവനെ ഒന്നായി മരണ തുല്യമായ വേദന സഹിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി മക്കളെ തന്നത് നിന്റെ ഭാര്യ. എന്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ലാത്തവർക്കാണ് മക്കളുടെ വില അറിയുക. അല്ലാഹുവേ പടച്ചവന് എത്രയോ പ്രിയപ്പെട്ടവർ നമ്മോട് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയാറുണ്ടാറല്ലോ. എന്റെ പ്രിയപ്പെട്ടവരെ, അന്തമാൻ നിക്കോബാറിലേക്ക് ഒരു വഅദിന് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് പോയപ്പോ, അല്ലാഹുവേ വഅദ് കഴിഞ്ഞ് 5 ദിവസം ആ നാട്ടിൽ വഅദ് കഴിഞ്ഞ് ഒരു മനോഹരമായ വീടിന്റെ അകത്തളത്താണ് ഞാനും പാണക്കാട് തങ്ങളും താമസിച്ചത്. പടച്ച റബ്ബേ, 5 ദിവസം കഴിഞ്ഞ ആ വീട് വിട്ട് ഇറങ്ങുമ്പോഴല്ലാ എന്റെ പ്രിയപ്പെട്ടവരെ, ആ വീട്ടുകാരൻ അടുത്ത് വന്നു, ഉസ്താദ് ഒന്ന് ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്ത് ആ വീട് വിട്ടിറങ്ങുമ്പോ ഞങ്ങൾ ചോദിച്ചു, ഞങ്ങൾ വല്ല ശല്യമായോ, നിങ്ങൾക്ക് വല്ല ശല്യമായോ? കാരണം ഈ വീട്ടിൽ നിന്റെ ഭാര്യ മക്കളെ ആരെയും താമസിപ്പിച്ചിട്ടില്ലയോ, അവരെ മാറ്റി പാർപ്പിച്ചതാണോ? കാരണം എന്ത്? ഈ വീട്ടിൽ ഒരു സന്തോഷമില്ല, ഒരു കോലാഹലങ്ങളില്ല, മക്കളുടെ കളിചിരി തമാശകളില്ല. എന്തേ നിന്റെ മക്കളെയും ഭാര്യയും മാറ്റി താർപ്പിച്ചതെന്ന് ചോദിക്കുമ്പോ ആ ചെറുപ്പക്കാരന് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഉസ്താദേ, 18 കൊല്ലമായി എന്റെ വീട് ഇന്നും ശ്മശാനം പോലെയാണ്. 18 കൊല്ലമായി ഇന്നും എന്റെ വീട് ശ്മശാനം പോലെയാണ്. അല്ലാഹു എനിക്ക് ഒരുപാട് ആതിഥ്യം തന്നിട്ടുണ്ട് ഉസ്താദ്. അന്തമാൻ നിക്കോബാർ എന്ന് പറഞ്ഞാൽ എന്റെ പ്രിയപ്പെട്ടവരെ ടൂറിസമിൽ 1ാമത്തെ പ്ലേസിൽ നിൽക്കുന്ന നാടാണ്. ആ നാട്ടിൽ ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളുള്ള, കോടിക്കണക്കായ വരുമാനങ്ങളുള്ള ചെറുപ്പക്കാരനെ പറയുകയാ, അല്ലാഹു എനിക്ക് കോടി തന്നാലെന്ത്, നല്ല ഭവനം തന്നാലെന്ത്, ഒരുപാട് ആതിഥ്യങ്ങൾ തന്നാലെന്ത്, 18 വർഷമായി മംഗലം കഴിഞ്ഞിട്ട് ഉസ്താദേ ഇന്ന് വരെ ഒരു കുഞ്ഞുകാല് കാണാൻ അല്ലാഹു എനിക്ക് ഭാഗ്യം തന്നിട്ടില്ല ഉസ്താദ്. ദുആ ചെയ്യണം ഉസ്താദ്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ചെറുപ്പക്കാരനെ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട അങ്കടിമുഖറിൽ ഒരുമിച്ച് കൂടിയവരെ, പണമില്ലെങ്കിലെന്ത്, പ്രതാപമില്ലെങ്കിലെന്ത്, അധികാരമില്ലെന്നില്ലെന്ത്, അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായി കഴിഞ്ഞെങ്കിലെന്ത്, ഉടുതുണിക്ക് മറുതുണിയില്ലെങ്കിലെന്ത്, അല്ലാഹു നിനക്ക് മക്കളെ തന്നില്ല ചെറുപ്പക്കാരാ, അല്ലാഹു നിങ്ങൾക്ക് മക്കളെ തന്നില്ല ബാപ്പമാരെ. ആ മക്കളെ തരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തീരുമാനിച്ചപ്പോ ആ മക്കളെ നൊന്തുപെടാനും ആ മക്കളെ ചുമക്കാനും 9 മാസവും 10 ദിവസങ്ങൾ മാത്രമല്ല, ജീവിതത്തിന്റെ ഉടനീളം പ്രായപൂർത്തിയാകുന്നത് വരെ ആ മക്കൾക്ക് വേണ്ടിയുള്ള സർവ്വവിധ ത്യാഗങ്ങളും ചെയ്തത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാ. അതുകൊണ്ട് അവളെ നീ ബഹുമാനിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ മക്കളെ തന്നത് ഭാര്യ. ആണുങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, എന്റെ പ്രിയപ്പെട്ടവര്, ആണ് പ്രസവിച്ചു, ലോകത്ത് പ്രസവിച്ചിട്ടില്ല, പ്രസവിക്കുമില്ല. ഭയങ്കര മാധ്യമത്തിൽ ഓർത്താണല്ലോ ആണ് പ്രസവിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെറുതെ ഫേക്ക. എന്റെ പ്രിയപ്പെട്ടവരെ, കഴിയില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനും ഹദീസും വെച്ച് നോക്കിയാൽ കഴിയില്ല. അതിങ്ങനെ അല്ലേ, ന്യൂ ജനറേഷനെയും അതുപോലെ നമ്മളെ പോലത്തെ ആളുകളെ പൊട്ടിസാക്കാൻ വേണ്ടി പറയാം. ഒരാണ് എത്ര നൂറ്റാണ്ടുകളോളം ഒരു മകന് അല്ലെങ്കിൽ മകൾക്ക്, ഒരു കുഞ്ഞുവാവക്ക് ജന്മം നൽകാൻ
എത്ര ആവേശത്തോടുകൂടെ കാത്തു നിന്നാലും അവനെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് മരണതുല്യമായ വേദന സഹിച്ച് നിന്നെ പ്രസവിച്ച, നിന്റെ മക്കളെ പ്രസവിച്ച നിന്റെ ഭാര്യയെ നീ ബഹുമാനിക്കണം. കാരണം അത്രയും ത്യാഗങ്ങളെ സഹിച്ചിട്ടാണ് അവൾ നിങ്ങൾക്ക് മക്കൾ തന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് സംഘാടകർ ബക്കറ്റ് അയക്കുകയാണ്. എല്ലാ സഹോദരികളും നല്ല നിലക്ക് ഇൻഷാ അല്ലാഹ് ആ ബക്കറ്റിൽ നല്ല സംഖ്യ നിക്ഷേപിക്കുക. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സഹായിക്കുന്ന ആളുകളെ ഇരു വീട്ടിലും ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. നാലാമതായി അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ നീ ബഹുമാനിക്കാനുള്ള നാലാമത്തെ കാരണം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, മോനെ വമൗദിഉ സിർരിഹി വമൗദിഉ സിർരിഹി, നിന്റെ രഹസ്യങ്ങളുടെ കലവറയുടെ കാത്തു സൂക്ഷിപ്പുകാരിയാണ് നിന്റെ ഭാര്യ. നിന്റെ എല്ലാ രഹസ്യങ്ങളും ഭാര്യക്കറിയാം. ഇല്ല ഉസ്താദ്, ഒന്നും അറിയാലല്ലേ? ചോദിച്ചു നോക്കൂ. എന്റെ രഹസ്യങ്ങളും ഒന്നും അറിയില്ല എന്ന് ആരെങ്കിലും ഒരു ബാല്യക്കാരന് പറയുന്നുണ്ടെങ്കിൽ, മോനെ അറിഞ്ഞിട്ടും അറിയാത്തതുപോലെ നടിക്കുകയാണ്. ഒരു ഭാര്യക്ക് 100 മിനിറ്റ് മതി നിന്റെ സർവ്വ രഹസ്യങ്ങളെയും അറിയാൻ. ഇപ്പൊ മൊബൈൽ ഉണ്ടല്ലോ, ഒന്ന് ലോക്ക് ഓപ്പൺ ആക്കി കൊടുത്താൽ മതി, എല്ലാ രഹസ്യങ്ങളും അവൾ പിടിക്കും. പക്ഷേ 1000 കൊല്ലം ഒരു ഭാര്യയോടൊപ്പം ഒരാൾ ജീവിച്ചാലും അവൾ മനസ്സ് വെച്ചാൽ അവളുടെ ഒരു രഹസ്യം പോലും നിനക്ക് പിടിക്കാൻ കഴിയില്ല. രഹസ്യമറിയുന്ന ഒരാൾ, എന്റെ പ്രിയപ്പെട്ടവരെ, പാട്ടിൽ നിന്ന് പുറത്തു പോയാൽ പിന്നെന്താ സംഭവിക്കുക? അതുകൊണ്ട് ഭാര്യയെ ബഹുമാനിക്കണം. കുന്ന ലിബാസുല്ലക്കും വാന്തും ലിബാസുല്ലഹും. അവർ നിങ്ങൾക്കുള്ള വസ്ത്രങ്ങളാണ്, നിങ്ങൾ അവർക്കുള്ള വസ്ത്രങ്ങളാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, വസ്ത്രത്തിന് നമ്മുടെ തൊലിക്ക് പുറത്തുള്ള ഓരോരോ കാര്യങ്ങൾക്ക് അറിയാം. അതുപോലെയാണ് ഭാര്യ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്താക്കട്ടെ. പറഞ്ഞു വരുന്നതിന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവിനുള്ള മൂന്നാമത്തെ കടപ്പാടെന്തെന്നറിയോ? എന്റെ പെരുന്നാപ്പറമ്പിൽ ഒരുമിച്ച് കൂടിയവരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭൗതിക ലോകത്തുള്ള ഭാര്യമാരോടുള്ള മൂന്നാമത്തെ കടപ്പാടെന്തെന്നറിയോ? അയ്യകൂന സ്വാദിഖൽ ഉദ്, ഭാര്യയെ നല്ല നിലക്ക് സ്നേഹിക്കണം. ഭാര്യയെ നല്ല നിലക്ക് സ്നേഹിക്കണം. സ്നേഹിക്കുമ്പോ കുറച്ച് സൂക്ഷിക്കണം കേട്ടോ. പണ്ടൊരുത്തൻ സ്നേഹിച്ച് ഇങ്ങനെ വയല് കേട്ട്, ഉസ്താദ് പറഞ്ഞത് ശരിയാണ്, എൻ്റെ ഭാര്യയോട് എനിക്ക് സ്നേഹമില്ല, ഓഫീസിൽ ജോലിയാണ്. അങ്ങനെ ഭാര്യയ്ക്ക് ഒരു സർപ്രൈസ് കൊടുക്കാനും അവൻ ഒരുങ്ങി. എപ്പോഴും ഭാര്യയെ കുറ്റപ്പെടുത്തലും, ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണത്തെ കുറ്റപ്പെടുത്തലും, ഭാര്യയെ അധിക്ഷേപിക്കലും ആക്ഷേപിക്കലാണ് ഇവന്റെ പണി. അൽഹംദുലില്ലാ, അത് കേട്ടല്ലോ, ഇനിയെങ്കിലും എൻ്റെ ഭാര്യക്ക് നല്ല നിലക്കുള്ള സ്നേഹം കൊടുക്കണമെന്ന് പറഞ്ഞ ആ ചെറുപ്പക്കാരന് രാവിലെ ജോലിക്ക് പോയാൽ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് വൈകുന്നേരമാണ്. അന്നൊരു സർപ്രൈസ് കൊടുക്കാൻ തീരുമാനിച്ചു. ഈ ചെറുപ്പക്കാരന് സാധാരണക്ക് വിപരീതമായി അന്ന് ഉച്ചക്ക് തന്നെ ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് ഇറങ്ങി വന്നു. ഭാര്യയെ സന്തോഷിപ്പിക്കാൻ, ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണത്തിന് നല്ല അഭിനന്ദനം പറയാൻ, ഭാര്യയെ സ്നേഹിക്കാൻ. അങ്ങനെ വന്നപ്പോ നോക്കുമ്പോ പെണ്ണിന് ടെൻഷനായി. ഈ പകയൻ ഇത്രത്തോളം ഉച്ചക്ക് വന്നിട്ടില്ല. ഇപ്പൊ നോക്കുമ്പോ ഉണ്ടാക്കിയ കറിയും ആകെ ഇത്തിരി ചോറുള്ളൂ. ഇത് കൊടുത്തിട്ട് എങ്ങനെയാണ് ഇവനെ സമാധാനിപ്പിക്കുക? കറിയില്ല. എന്താ ചെയ്യാ? ഭർത്താവ് വന്ന് കെട്ടിപ്പിടിച്ചു, നിന്റെ കയ്യിലുണ്ടാക്കിയ ഭക്ഷണം ഒന്ന് തന്നെ. നിങ്ങൾ ബാത്റൂമിൽ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നിട്ട് ആ ഡൈനിങ് ടേബിളിനടുത്തിരിക്കും, ഞാൻ വരാം. അപ്പുറത്തെ വീട്ടിന്റെ ആയിഷാന്റെ പോലെ ഒന്ന് കുറച്ച് കരി കൊണ്ടുവന്നു. ആരെ? ഭാര്യ. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഭർത്താവിന്റെ സദ്യ ഒരുക്കി, ചോറും കൊണ്ടുവന്നു, നല്ല കറിയൊക്കെ വെച്ച്. എന്റെ പ്രിയപ്പെട്ടവരെ, ഭർത്താവ് വിചാരിച്ചെന്ത് ഇത് ഭാര്യ ഉണ്ടാക്കിയത്? ഭാര്യയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. അങ്ങനെ ഭക്ഷണത്തിന്റെ കറിയും ഇങ്ങനെ കൂട്ടി ഭക്ഷിക്കുമ്പോ ഇയാൾ പറഞ്ഞു, എന്തോ ഒരു കറിയല്ലേ, സുബ്ഹാന ജല്ല ജലാലു, എന്റെ ജീവിതത്തിൽ ഇന്നേ വരെ കഴിച്ചിട്ടില്ല, അത്രയും നല്ല ആസ്വാദകരമായ രുചിയുള്ള കറിയാണ് എന്ന് ഭാര്യ അഭിനന്ദിച്ചപ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, അയാൾക്ക് പിന്നെ ബോധം വന്നത് 8 മണിക്കാണ് രാത്രി. അപ്പുറത്തുള്ള കിച്ചണിലുള്ള കുക്കർ കൊടുത്തിട്ട് ഒരു അടി ഭർത്താവിന്റെ തിരക്ക്. സംഭവം എന്ത്? മംഗലം കഴിഞ്ഞിട്ട് 10 കൊല്ലം ഇത്രത്തോളം കറി വെച്ചിട്ട് കൊടുത്തിട്ട് അപ്പുറത്ത് ആയിഷാന്റെ 1 മിനിറ്റിന്റെ കരിക്ക് വേണ്ടി ഇയാൾ ഭയങ്കര അഭിനന്ദിച്ചല്ലേ, നീ ഇങ്ങനെ ജീവിക്കണം. ഒരൊറ്റ അയാൾക്ക് ബോധം വന്നത് 8 മണിക്കാണ്. നമ്മൾ ആലോചിച്ച് നോക്കിയ. അപ്പൊ സ്നേഹിക്കുമ്പോഴും അവരെ പ്രശംസിക്കുമ്പോഴും ശരിക്കും നോക്കണം, ശ്രദ്ധിക്കണം കേട്ടോ. എല്ലാവരും വേദനിച്ചു അല്ലെ? ഭാര്യ അഭിനന്ദിക്കണം. നമ്മളോ ഒരിത്തിരി ഉപ്പ് കുറഞ്ഞതിന്റെ പേരിൽ അല്ലേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു മുടി കണ്ടാല് അല്ലെ, എന്നോട് പറഞ്ഞ രക്ഷിതാക്കളുണ്ട്, ഉസ്താദെ എന്റെ മോളുടെ ഈ ഭാഗത്ത് ഒരു പാടിപ്പോഴും കാണാം. എന്തെന്നറിയോ? ഉണ്ടാക്കിയ കൂട്ടാൻ പുതിയാപ്പിള കൊണ്ടുപോയി ഭാര്യയുടെ കഴുത്തിലേക്ക് അങ്ങോട്ട് വലിച്ചെറിഞ്ഞു. പൊള്ളിപ്പോയി, ഇപ്പോഴും ഉണ്ട് കറ എന്ന് പറഞ്ഞവർക്ക് പ്രിയപ്പെട്ട രക്ഷിതാക്കൾ.
പരമാർത്ഥമായ സ്നേഹം, ആത്മാർത്ഥമായ സ്നേഹം. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ലൈംഗികമായ ശാരീരിക സുഖത്തിന് വേണ്ടി മാത്രല്ല, പിന്നെയോ നല്ല ഒരു സ്നേഹം അവൾക്ക് നിങ്ങൾ വെച്ചു കൊടുക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, അതല്ലേ മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കാണിച്ചു തന്നത്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണക്കിടക്കയിൽ കിടക്കുമ്പോഴല്ലാ അഷ്റഫുൽ ഖൽഖിൻ ഫാത്തിന്റെ നേരത്ത് അർളും സമാവാത്തും പൊട്ടിക്കരഞ്ഞല്ലോ. ആരംഭ പൂവിന്റെ ഹാലും നീല കണ്ട് ആലും സ്വഹാബത്തും തേങ്ങിക്കരഞ്ഞല്ലോ. മുത്തായ തങ്ങൾ തളർന്ന് കിടക്കുന്നു, മുത്തുമോൾ ഫാത്തിമ ചാരത്തണയുന്നു. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടി വരികയാണ്. തന്റെ തങ്കക്കുടം ഓടി വന്നപ്പോ അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമയെ വിളിച്ചു, ഫാത്തിമ ഇങ്ങോട്ട് വരണേ ഫാത്തിമ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ ഓടി വന്നു. ഫാത്തിമയോട് അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, കരയല്ലേ ഫാത്തിമ, കരയല്ലേ ഫാത്തിമ. ഞാൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞാൽ ആദ്യമായി എന്റെ കുടുംബത്തിൽ നിന്ന് വിട പറയുന്നത് നീയാണ് ഫാത്തിമ എന്ന് പറയുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ ചിരിക്കുകയാണ്. വീണ്ടും ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ കരയുകയാ. എന്തേ എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ കരഞ്ഞത് മരണത്തോടുള്ള ഭയം കൊണ്ടല്ല, ആദ്യമായി അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തിൽ നിന്ന് മരിക്കുമെന്നുള്ള പേടി കൊണ്ടുമല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ട തോഴനുണ്ടല്ലോ അലിയാർ തങ്ങളെ ഓർത്തിട്ടാ, അലിയാർ തങ്ങളെ ഓർത്തിട്ടാ. ആ പ്രിയപ്പെട്ട അലിയാർ തങ്ങളുടെ മടിത്തട്ടിലുണ്ടല്ലോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മരിക്കാൻ കിടക്കുമ്പോൾ അലിയാർ തങ്ങളോട് പറഞ്ഞത് അതല്ലേ എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിമ പറഞ്ഞത്, അലിയാർ തങ്ങളെ, നിങ്ങളുടെ പരിശുദ്ധമായ സ്നേഹമുണ്ടല്ലോ, നിങ്ങളുടെ പിരിശമുണ്ടല്ലോ, എന്റെ ജീവിതത്തിൽ അവിടുന്ന് അനുഭവിച്ച് കൊതി തീർന്നിട്ടില്ല തങ്ങളെ എന്ന് ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു പോയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്നേഹം ഒരു അഭിനയമാവരുത്, സ്നേഹം ഒരു ശാരീരിക ഭോഗത്തിനാവരുത്, പരമാർത്ഥമായ സ്നേഹമാവണേ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഭർത്താവ് കൊണ്ടുവരുന്നത് കുറയുമ്പോ, ഭർത്താവ് നീ ചോദിച്ചതെല്ലാം വാങ്ങിത്തരാതിരിക്കുമ്പോ സ്നേഹം കുറഞ്ഞു പോകരുത് മോളെ. ഉടുതുണിക്കും മറുതുണിയില്ല എങ്കിലും ചെറ്റപ്പുരയിൽ ജീവിച്ചാരെങ്കിലും എന്റെ പ്രിയപ്പെട്ടവരെ, ആ വീട്ടിൽ പരസ്പരം റാഹത്തുള്ള സമാധാനമുള്ള അന്തരീക്ഷം ഉണ്ടാകണോ. കുടുംബജീവിതം ഏറ്റവും വലിയ പറുദീസയിലേക്ക് എത്തണോ. പരസ്പരം സ്നേഹം അവിടുന്ന് പങ്കുവെക്കണേ. ഭാര്യ ആത്മാർത്ഥമായി സ്നേഹിക്കണേ. നിനക്ക് ലോകത്ത് അല്ലാഹു സ്നേഹിക്കാൻ തന്ന രണ്ടാമത്തെ പെണ്ണാരാണെന്നറിയോ? ഒന്നാമത്തെ പെണ്ണ് നിന്റെ ഉമ്മയാണെങ്കിൽ ആ ഉമ്മ കഴിച്ചാൽ നിനക്കൊരു പെണ്ണിനെ ലോകത്ത് സ്നേഹിക്കാൻ അർഹതയുണ്ടെങ്കിൽ അത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാ, അത് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയാണ്. ആ ഭാര്യ ചീറ്റിംഗ് ചെയ്യല്ല ചെറുപ്പക്കാരാ, ആ ഭാര്യ വഞ്ചിക്കല്ല ചെറുപ്പക്കാരാ. നിനക്ക് വേണ്ടി എല്ലാം വിട്ടു വന്നവളാ, വീട് വിട്ടവളാ, നാട് വിട്ടവളാ, സ്വത്ത് വിട്ടവളാ, സ്വന്തം മുന്തുവറ്റ ഉമ്മയെ വിറ്റവളാ, സ്വന്തം വാപ്പയെ വിട്ടവളാ, സ്വന്തം കൂടപ്പറപ്പുകളെ എല്ലാം തലാക്ക് ചൊല്ലി ജീവിതത്തിന്റെ സർവ്വ പ്രതീക്ഷകളെയും ആ വീട്ടിൽ നിന്ന് സമീപിച്ചുകൊണ്ട് പുതിയ ഒരു ജീവിതത്തിന്റെ തുടക്കത്തിന് വേണ്ടി കടന്നു വന്ന നിന്റെ സഹധർമ്മിണിയെ വഞ്ചിക്കല്ല ചെറുപ്പക്കാരാ. നീ സ്നേഹം കൊടുത്തില്ല എങ്കിൽ പിന്നെ അവർക്ക് ആരടാ സ്നേഹം നൽകാനുള്ളത്? നീ സ്നേഹം പങ്കുവെച്ചില്ല എങ്കിൽ പിന്നെ ആരടാ അവളെ സ്നേഹിക്കാനുള്ളത്? അതുകൊണ്ട് പ്രിയപ്പെട്ട ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ഏറ്റവും വലിയ കടപ്പാടെന്തെന്നറിയോ? പ്രിയപ്പെട്ട ഭാര്യയെ സ്നേഹിക്കലാ. നബി മുഹമ്മദ് മുസ്തഫ മഹാനായ ലുക്മാൻ ഹക്കീം തങ്ങൾ പറയാ, എങ്ങനെ സ്നേഹിക്കണം എന്നറിയോ? ഭാര്യന്റെ അടുത്ത് ഒരു കുട്ടിയെ പോലെയാവണം ഭർത്താവ്. ഭർത്താവ് എല്ലാമെല്ലാം. ഒരു ഭാര്യക്ക് വാപ്പ ഭർത്താവ്, ഒരു ഭാര്യക്ക് അധ്യാപകൻ ഭർത്താവ്, ഒരു ഭാര്യക്ക് ഭർത്താവ് ഭർത്താവ്, ഒരു ഭാര്യക്ക് കുട്ടിയും ഭർത്താവ്. വേണ്ടുന്ന സമയത്ത് വേണ്ടതുപോലെ പെരുമാറും.
എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ഭാര്യയുടെ അടുക്കൽ കുട്ടിയെ പോലെയാവണം. അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവത്തിനെ കുറിച്ച് മഹദിയായ ആയിഷ ബീബിയോട് ചോദിച്ചു, എങ്ങനെയാണ് റസൂലുള്ള വീട്ടിൽ എങ്ങനെയായിരുന്നു? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. റസൂലുള്ളാഹിനെ കുറിച്ച് സഹധർമ്മിണിയായ മാതൃകാ ദമ്പതികളായ റസൂലുള്ളാഹിന്റെ ഭാര്യയായ ആയിഷയോട് ചോദിക്കാം, റസൂലുള്ള എത്രത്തോളം ഭാര്യമാരെ സ്നേഹിച്ചു എന്ന് ഒരു ഉദാഹരണമാണ് പറയുന്നത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ലി അഹ്ലിഹി. അല്ലാഹുവിന്റെ റസൂൽ കുടുംബത്തിന് എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരുമായിരുന്നു. ഇന്നേ വരെ വീട്ടിൽ ഭക്ഷണം ഒരു ദിവസമെങ്കിലും ഉണ്ടാക്കിയാളെന്ന് കൈവയ്ക്കേ. ഭാര്യക്ക് ഭക്ഷണം വിളമ്പി ഉണ്ടാക്കി പാകം ചെയ്ത് കൊടുത്താൽ നമ്മ തിന്നാന് മാത്രം, അടിക്കാന് മാത്രം അല്ലേ? അത് ടൈം ടു ടൈം കിട്ടിയില്ലെങ്കിൽ ഹിറ്റ്ലറിന്റെ സ്വഭാവമാണ് ചിലർക്ക് അല്ലേ? ഓളെ പണിക്കാരത്തിയായിട്ട് കൊണ്ടുവന്നത് പോലെ. അല്ല, നമ്മുടെ ഭാര്യക്ക് നമുക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാൻ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ കുടുങ്ങിയാൽ നിങ്ങൾക്ക് ഉറപ്പ് പണി തരും നാളെ ഇൻഷാ അല്ലാഹ്. രണ്ടാമതായി അള്ളാഹുവിന്റെ റസൂലിന്റെ പൊന്നുമ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാണ്, വയഖദിമു ലിഅഹ്ലിഹി. വീട് ജോലികളിലെല്ലാം അള്ളാഹുവിന്റെ റസൂൽ സഹായിക്കുമായിരുന്നു. ഉള്ളി മുരിക്കാന്, തക്കാളി മുരിക്കാന്, കറി വെക്കാന്, അല്ലെ മുളകരക്കാന്, ഇപ്പെല്ലാം ഉണ്ടല്ലോ, ചായ ഉണ്ടാക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സഹായിക്കുമായിരുന്നു. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂൽ സ്വന്തമായി ആയിരുന്നു വസ്ത്രം കഴുകിയിരുന്നത്. സ്വന്തമായി ഡ്രസ്സ് കഴുകുന്ന ഭർത്താക്കന്മാർ എന്ന കൈവക്കിയ മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. ആമ്യാക്ക മനുഷ്യന്മാർ അള്ളാഹു ദീർഘായുസ് കൊടുക്കട്ടെ. നിങ്ങൾ വിചാരിക്കും അയാൾ ഒരാൾ കൈപ്പൊക്കി നാളെ എൻ്റെ ഭാര്യ എനിക്കും പണി തരും, ഇയാളെ കൊണ്ട് എനിക്ക് ശല്യമായെന്ന് ആരും വിചാരിക്കണ്ടേ. മാത്രമല്ല അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഭാവം പറയാണ്, ഈ ഹദീസ് കാണുമ്പോ ഞാൻ വല്ലാതെ നെട്ടിപ്പോയി. അള്ളാഹുവിന്റെ റസൂൽ വീടടിച്ച് വാരുമായിരുന്നു എന്ന് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയാണ്. വീട് നിന്റേത്, നീ എന്നെ അടിച്ചിട്ട് വീടടിച്ച് വാരുന്നാളെ നോക്കിയേ. ഞമ്മന്തിരില്ലപ്പോ ഇത് കേട്ടിട്ടെങ്കിലും നാളെ അടിച്ചു വരണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതോളെ പണി. എന്തുപോലെ പണി? പണിക്കൊണ്ടുവന്നത് ഓളെ ജോലിക്ക് വേണ്ടി കൊണ്ടുവന്നതാണോ? എന്റെ പ്രിയപ്പെട്ടവരെ, വീടടിച്ചു വാരുമായിരുന്നു അല്ലാഹുവിന്റെ റസൂൽ. മാത്രമല്ല വീട്ടിലുള്ള ആടുകൾ അല്ലാഹുവിന്റെ റസൂൽ മേയ്ക്കുമായിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ ഷൂ പോളിഷ് ചെയ്യുമായിരുന്നു എന്ന് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ, സ്നേഹിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യയെ സ്നേഹിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ, ഭാര്യക്ക് താങ്ങാവണം എന്റെ പ്രിയപ്പെട്ടവരെ, തണലാവണം എന്റെ പ്രിയപ്പെട്ടവരെ. അങ്ങനെയുള്ളവര് ഭർത്താവ് എന്റെ പ്രിയപ്പെട്ടവരെ പെരുന്നാപ്പറമ്പിലുണ്ടായാൽ പിന്നെ നിന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക് മറ്റൊരാളോട് സ്നേഹമുണ്ടാവില്ല, മറ്റൊരാളോട് സന്തോഷമുണ്ടാവില്ല. ഇന്ന് അധിക ഭാര്യമാരുമുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മറുകണ്ഠം ചാടുന്നത് എങ്ങനെയാണെന്നറിയോ? അല്ലാഹുവേ പടച്ചവനെ, ഭർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് ശൂന്യത കാണുമ്പോ, ഭർത്താവ് വല്ലാതെ സ്നേഹിക്കാതിരിക്കുമ്പോ, ഭർത്താവിന്റെ പക്കൽ നിന്ന് കിട്ടേണ്ട സ്നേഹം കിട്ടാതിരിക്കുമ്പോ, ഏതെങ്കിലും ഒരു കാമുകൻ വാട്സാപ്പിലൂടെ, ഫേസ്ബുക്കിലൂടെ, ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട് നിന്റെ പ്രിയപ്പെട്ട എല്ലാ വീക്ക്നെസ്സുകളെയും ഭാര്യ അവന് പറഞ്ഞു കൊടുക്കുമ്പോ, എല്ലാ കാര്യങ്ങളെയും മുതലെടുത്തുകൊണ്ട് അവൻ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിച്ചുകൊണ്ട് തന്റെ പ്രിയപ്പെട്ട സ്വന്തം ഭാര്യമാരെ ഒളിച്ചോടി കൊണ്ടുപോകുന്ന എത്രയോ കാമുക പിശാചുക്കളെ ഭൗതിക ലോകത്ത് കാണുമ്പോ, മറ്റൊരാളുടെ ഹൃദയാന്തരാളത്തിൽ മറ്റൊരാളെയും കുറിച്ച് നിന്റെ ഭാര്യയുടെ ഹൃദയാന്തരാളത്തിൽ സ്നേഹമില്ലാതിരിക്കണോ? എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഇന്നു മുതൽ തുടങ്ങിക്കോ. നിന്റെ ഭാര്യയെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ തുടങ്ങിക്കോ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സ്നേഹിക്കണം. സ്നേഹം കൂടി പോകാൻ പാടില്ല. സ്നേഹം കൂടിയാൽ പോയി. അബൂജാലിന്റെ സ്വഭാവം. അബൂജാലിന്റെ ഭാര്യ അബൂജാലിനെ വിളിച്ചിരുന്നത് കഞ്ഞി എന്ന. വീട്ടിൽ എലി, നാട്ടിൽ പുലി. നമ്മളെ നാട്ടിലുണ്ട് അങ്ങനെ അല്ലേ? വീടുണ്ടാവും, പള്ളിന്റെ മുറ്റത്ത് വരും അല്ലെ? ഉസ്താദില്ലേ, ഉക്രില്ലേ? പിന്നെ
പ്രസിഡന്റിനെയും സെക്രട്ടറിയെയും നാട്ടിലുള്ള എല്ലാ ആളുകളെയും എണ്ണലും അവരെ ചീത്ത വിളിക്കലും അവരെ പറിച്ചു തിന്നലുമാണ് ഇവന്റെ പണി. കാരണം എന്താ? വീട്ടിൽ സ്വാതന്ത്ര്യമില്ല, മിണ്ടാനോട് വിടല, അടങ്ങിയിട്ടിരിക്കണം. അപ്പൊ എല്ലാം വന്നിട്ട് പൊട്ടിക്കുന്നതല്ലേ, ആടെ വലൂന് പോലെ വീർപ്പിച്ച് പൊട്ടിക്കുന്നത് പള്ളി പരിസരത്തായിരിക്കും, അല്ലെങ്കിൽ റോട്ടിലായിരിക്കും. ഇങ്ങനെയുള്ള സ്വഭാവം ഏതെങ്കിലും ഒരാളിൽ നിന്ന് കണ്ടാൽ അവന് പെങ്കൂസനെന്ന് മനസ്സിലാക്കിയാൽ മതി. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, പെങ്കൂസനുണ്ടല്ലോ, ഭാര്യ അമിതമായി സ്നേഹിച്ച് അല്ലേ പോലെ വാലാട്ടി പോലെ ജീവിക്കുന്ന, ഭാര്യയുടെ വാലാട്ടിയെ പോലെ ജീവിക്കുന്ന ഒരു അടിമ അവന് നശിച്ചു പോയി. ആദരവായ നബി മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ റസൂൽ പറയാണ്, ഭാര്യ പറഞ്ഞതുപോലെ അനുസരിക്കുന്ന, ഭാര്യയുടെ ഇഷ്ടങ്ങളോട് താല്പര്യം കാണിക്കുന്ന ഭർത്താവുണ്ടല്ലോ, അവന് ഖിയാമത്ത് നാളിന്റെ അടയാളമാ നബി മുഹമ്മദ് മുസ്തഫ. ഒരുപാട് ബാധ്യതകളുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ. ഇനി ഞാൻ ചുരുക്കുകയാണ്. ഭാര്യമാരാകുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാരുണ്ടല്ലോ, ഒരുപാട് സഹോദരിമാർ തടിച്ചുകൂടി ഇൽമിന്റെ സദസ്സാണല്ലോ. ദാമ്പത്തിക ജീവിതം നന്നാകണമെങ്കിൽ വൺ സൈഡായാ പോരാ. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങളുടെ ഭാഗത്തു നിന്നും ഒരുപാട് ബാധ്യതകൾ ഉണ്ടാവണം. ഒരുപാട് പറയാൻ സമയമില്ല, എന്നാലും പ്രധാനപ്പെട്ട 2 ബാധ്യതകൾ ഞാൻ പറയാണ്. അത് കേൾക്കാൻ നിങ്ങൾക്ക് സമയമുണ്ടോ? ഇത്രല്ല നമ്മളെ പറഞ്ഞിട്ട് ഓരെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഉസ്താദെ നമ്മളിവിടെ കുടുങ്ങും അല്ലേ, നമ്മളെ പണി പാടും. ഇരിക്കുമല്ലേ ഇരിക്കുമല്ലേ? ഒരു 10 മിനിറ്റ് പറഞ്ഞ് നമുക്ക് തീർത്താം. അല്ലാഹു തൗഫീഖ്. എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ, എൻ്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിന്റെ ഒന്നാമത്തെ കടപ്പാടെന്തെന്നറിയോ? അള്ളാഹുവിന്റെ റസൂല് പറയാണ്, ഒരു പെണ്ണ്, ഒരു ഭാര്യ ഉണ്ടല്ലോ, ഭർത്താവിനോട് പാലിക്കേണ്ട ഒന്നാമത്തെ കടപ്പാടെന്തെന്നറിയോ? അൽഖരാ ഭർത്താവിൽ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടണം. ഭർത്താവിനോടുള്ളത് കൊണ്ട് പൊരുത്തപ്പെടുന്ന പെണ്ണ് ബറക്കത്തുള്ള പെണ്ണാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഖൈറുൻ നിസാ വ ഇന്ന ഖൈറൻ നിസാ, പെണ്ണുങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമളായ പെണ്ണാരാണെന്നറിയോ? അല്ലതി തുഅദിയത്ത് ശക്കറത്, അവൾക്ക് കൊടുത്തത് കൊണ്ട് അവൾ പൊരുത്തപ്പെടും, അവൾക്ക് നന്ദിയുണ്ട്. ഇന്ന് നന്ദി എന്ന് പറയുന്ന ഒരു സാധനം പെണ്ണുങ്ങൾക്ക് ഉണ്ടാ? നിങ്ങൾ എന്താ കിരി? മിനിയാന്നാണ് പെരുന്നാളിന് സുബ്ഹാനല്ലാഹ് 10,000 രൂപയുടെ വസ്ത്രം കൊടുത്തത്. കഴിഞ്ഞ മംഗലത്തിനാണ് 5,000 രൂപയുടെ സാരി കൊടുത്തത്. അത് ഭയയില്ലേ? നിങ്ങൾ പുതിയത് കൊണ്ട് എന്ത് ചെയ്തിന്? നിങ്ങൾ എന്ത് ചെയ്തിന്? നിങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. പെണ്ണിന്റെ സ്വഭാവം ഇതാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഭർത്താവിന് പ്രയാസം വരുമ്പോ, ബുദ്ധിമുട്ടുകൾ വരുമ്പോ അവനോട് ചെലവിന്റെ കാര്യത്തിൽ നിർബന്ധിക്കാതെ, അവന് താങ്ങാൻ കഴിയാത്തത് കൊണ്ട് നിർബന്ധിക്കാതെ അവന്റെ കാര്യത്തിൽ ക്ഷമിക്കുന്ന പെണ്ണ് ഈ അങ്കടി മുകളിലുണ്ടോ? ഏറ്റവും നല്ല പെണ്ണാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെടണം പെണ്ണ്. പല ഭർത്താക്കന്മാരും ഹറാം സമ്പാദിക്കാൻ ഇറങ്ങുന്നത് എന്തെന്നറിയോ? നിങ്ങൾ ചോദിച്ചു നോക്കൂ ഭർത്താക്കന്മാരോട്, ഉസ്താദ് എത്ര കൊടുത്തങ്ങ് എൻ്റെ ഓൾക്ക് മതിയാന്നില്ല അല്ലേ? ഉസ്താദെ അഡ്ജസ്റ്റ്മെന്റ് പറയുന്ന സാധനം ഇല്ല ഇവൾക്ക്. സ്റ്റാൻഡേർഡോടെ ജീവിക്കണം. ആരെ പറ്റിച്ചിട്ടായാലും വേണ്ടില്ല, ആര് കൊള്ളയടിച്ചിട്ടായാലും വേണ്ടില്ല, പലിശക്ക് കൊടുത്തിട്ടായാലും വേണ്ടില്ല, ആരാനെ കവർച്ച ചെയ്തിട്ടായാലും വേണ്ടില്ല, എങ്ങനെയെങ്കിലും ഞാൻ ഉന്നതിയിലേക്ക് എത്തണമെന്ന് കരുതുന്ന പെണ്ണേ, ഭർത്താവ് തന്നതുകൊണ്ട് പൊരുത്തമില്ലാത്ത എൻ്റെ പ്രിയപ്പെട്ട പെരുന്നാപ്പറമ്പിലുള്ള ഉമ്മ, മുൻഗാമികളായ മഹത്തുക്കളായ സൂഫിയായ മനുഷ്യന്റെ ഒരു ഭാര്യയെ കുറിച്ച് പറയാൻ, ആ പ്രിയപ്പെട്ട പെണ്ണിന്റെ ഭർത്താവ് വീട്ടിൽ നിന്ന് എപ്പോഴും ജോലിക്ക് കൂലി വേളക്കിറങ്ങുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, ആ പെണ്ണ് ഭർത്താവിനോട് ഉപദേശിക്കുകയാണ്, പ്രിയപ്പെട്ട ഇക്ക, നിങ്ങൾ കൂലിവേളക്ക് പോവുകയാ, നിങ്ങൾ ജോലിക്ക് പോവുകയാ, പക്ഷേ ഹറാമ് സമ്പാദിക്കല്ല ഇക്ക, ഹറാമ് സമ്പാദിക്കല്ല ഇക്ക. ഇന്നാ നസ്ബിറു അലൽ ജൂ, ഇക്ക നിങ്ങൾ
പണിയെടുത്ത് പട്ടിണി പാപമായി ഒന്നുമില്ല എങ്കിലും പോലും ഈ വീട്ടിലേക്ക് വന്നാൽ ഞങ്ങൾ ക്ഷമിക്കാം, വിശപ്പ് ശമിക്കാം. പ്രിയപ്പെട്ട ഇക്കാ, ഹറാമ് സമ്പാദിക്കല്ലേ, ഹറാമിന്റെ ഒരു ഗന്ധം പോലും കൊണ്ടുവരല്ലേ. ഞങ്ങളുടെ സ്രോതസ്സിന് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടാക്കി ഒരുപാട് മോശത്തരങ്ങളിലൂടെ ചെന്ന് ചാടി ജീവിതം തുലക്കല്ലേ ഇക്കാ. ഞങ്ങള് വിശപ്പ് സഹിക്കാം, ദാഹം സഹിക്കാം, ഹറാമിന്റെ ഗന്ധമില്ലാത്ത ഭക്ഷണം കൊണ്ടുവന്നാലേ ക്ഷമിക്കൂ. എന്നാലോ എന്റെ പ്രിയപ്പെട്ട ഇക്കാ, നിങ്ങളെ ഹറാം എങ്ങാലും കൊണ്ടുവന്നാൽ അത് ഞങ്ങൾക്ക് നാളെ തീക്കണലാ, നരകത്തിന്റെ തീക്കണലാ. ആ നരകത്തെ ഞങ്ങൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല ഇക്കാ എന്ന് മുൻഗാമികളായ മഹതിമാരായ പെങ്ങന്മാർ ഭർത്താക്കന്മാരെ ചുംബിച്ചെന്റെ പ്രിയപ്പെട്ടവരെ ജോലി കേൾക്കുമായിരുന്നു എന്ന് അള്ളാന്റെ മഹാന്മാർ പറയാണ്. ഒരു പെണ്ണിന്റെ ബാധ്യത ഭർത്താവിന്റെ ഉള്ളത് കൊണ്ട് തൃപ്തി. നമ്മുടെ ഭാര്യമാരാണെങ്കിലോ നമ്മളെ വീട്ടിലേക്ക് വരുമ്പോ ആദ്യം നോക്കുന്നത് കൈ കെട്ടുണ്ടാ അല്ലേ, കെട്ട് കണ്ടിട്ടില്ലെങ്കിൽ ഓളതല്ലേ വല്ല ബലൂണ് വാങ്ങി കെട്ടുണ്ടെങ്കിൽ എന്ത് സ്വീകാര്യത, എന്ത് പുഞ്ചിരി. ഞാൻ എയർപോർട്ടിലേക്ക് പോയ ഒരു സഹോദരൻ സ്വീകരിക്കാൻ വന്ന ഭാര്യയും ഉമ്മയെ കുറിച്ച് പറഞ്ഞു. ആ ഉമ്മ നോക്കിയത് എന്റെ മുഖത്തെയാണ് ഉസ്താദേ, ഭാര്യ നോക്കിയത് ലഗേജിന്. അവളൊന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ ഭാര്യമാരും അങ്ങനെയല്ലോ കേട്ടോ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്താക്കട്ടെ. രണ്ടാമത്തെ കടപ്പാട് കൂടി പറഞ്ഞവസാനിപ്പിക്കുകയാണ്. പെങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നിങ്ങളുടെ ദാമ്പത്തിക ജീവിതം നന്നാകണോ, അല്ലാഹ് പൊരുത്തപ്പെട്ട ജീവിതമാകണോ, നാളെ സ്വർഗം വരെ എത്തുന്ന ബന്ധമാകണോ, സ്വർഗത്തിലുള്ള ഹൂർലീനിങ്ങളെ തോൽപ്പിക്കുന്ന പെണ്ണാകണോ, എന്റെ പ്രിയപ്പെട്ട പെരുന്നാപ്പറമ്പിലുള്ള എന്റെ പ്രിയപ്പെട്ട സഹോദരികളെ, അല്ലാഹുവിന്റെ റസൂല് പറയാണ്, നിനക്ക് ചെയ്യേണ്ട ഏറ്റവും വലിയ കടപ്പാട് എന്തെന്നറിയോ? ഇതാഅത്തുസ് സൗജ്, ഇതാഅത്തുസ് സൗജ്. ഭർത്താവ് പറയുന്ന ഹറാമല്ലാത്ത എല്ലാ കാര്യത്തിലും അവനെ അക്ഷരം പ്രതി നീ അനുസരിക്കണേ. നബി മുഹമ്മദ് മുസ്തഫ. ഭർത്താവിനെ അനുസരിക്കണം, ഭർത്താവിനെ നല്ലോണം അനുസരിക്കണം അല്ലേ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, പെണ്ണുങ്ങൾ നിസ്കാരത്തിന് മുമ്പന്തിയില്, ഖുർആനോത്തിന് മുമ്പന്തിയില്, നോമ്പെടുക്കാൻ ഓരോ പോലെ ലോകത്താരില്ല. ഈ ഇൽമിന്റെ സദസ്സ് നോക്കി ഇതിന്റെ 3 ഇരട്ടി ഉണ്ടാവും അപ്പുറത്ത്. പക്ഷെ എല്ലാരും നരകത്തില്. ഇതിലൊക്കെ ഒരു ന്യായം ഉണ്ടാ? എന്നാലോചിച്ച് നോക്കിയാൽ എല്ലാത്തിലും മുമ്പന്തിയിലാണ്. റസൂൽ പറയും ഒരു നരകത്തിലാണ് കൂടുതൽ. ഒരേ ഒരു കാരണം എന്താണെന്നറിയോ? ഭർത്താവിനോട് ക്രമക്കേട് കാണിച്ചതാണ്, അനുസരണക്കേട് കാണിച്ചതാണ്. അള്ളാന്റെ മഹാന്മാർ പറയുകയാണ്, അള്ളാനെ പേടിക്കുന്ന പെരുന്നാക്കടവിലുള്ള ഒരു പെണ്ണുണ്ടോ? പെണ്ണേ, നിനക്ക് നിർബന്ധമാണ് അള്ളാനെ നീ നല്ലവണ്ണം അനുസരിക്കണം മോള്. അള്ളാഹ്ക്ക് നിസ്കരിക്കണം, ഖുർആൻ ഓതണം. പടച്ചവനെ, അള്ളാഹു കൽപ്പിച്ച മാർഗങ്ങളിലൂടെ നീ ജീവിക്കണം. പോരാ, അള്ളാനെ മാത്രം അനുസരിച്ചാ പോരാ, അള്ളാന്റെ പൊരുത്തം നിനക്ക് വേണമെങ്കിൽ നിന്റെ ഭർത്താവിനെയും നീ അനുസരിക്കണം മോളെ. ഭർത്താവ് പറയുന്ന എല്ലാ നല്ല കാര്യങ്ങളെയും അനുസരിക്കണം പെണ്ണ്. അല്ലാഹ് നിന്റെ നിസ്കാരം സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹ് നിന്റെ നോമ്പ് സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹ് നിന്റെ ഖുർആനോത്ത് സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹു നിന്റെ ബറാഅത്ത് സ്വീകരിക്കണമെങ്കിൽ, അല്ലാഹു നിന്റെ സ്വതക്ക സ്വീകരിക്കണമെങ്കിൽ മോളെ ഭർത്താവിനെ അനുസരിച്ചാ മാത്രം പോരാ, ഭർത്താവിന്റെ പൊരുത്തം കൂടി വാങ്ങണം മോളെ. കാരണം എന്തേ? സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്ന പെണ്ണ്, സ്വർഗത്തിന് വേണ്ടി വിജ്ഞാന സദസ്സിലിരുന്ന എന്റെ പ്രിയപ്പെട്ട പെരുന്നാക്കടവിലുള്ള പെങ്ങളെ, അള്ളാന്റെ പരിശുദ്ധ റസൂല് പറയാണ്, നിന്റെ സ്വർഗം അള്ളാഹുവിന്റെ ഭൗതിക ലോകത്ത് ഉണ്ട് മോള്. സ്വർഗം തേടി എവിടെയും മരയണ്ട മോള്, സ്വർഗം തേടി എവിടെയും പോണ്ട മോള്. പെരുന്നാപ്പറമ്പിലുള്ള പെണ്ണ്, നിന്റെ സ്വർഗം നിന്റെ വീട്ടിലുണ്ട്. ആരാണെന്നറിയോ നിന്റെ സ്വർഗം? നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവാ. ആ ഭർത്താവിന്റെ പൊരുത്തം പെരുന്നാപ്പറമ്പിലുള്ള ഒരു പെണ്ണിന് നേടാൻ കഴിഞ്ഞാ പെണ്ണേ, ഈ സ്വർഗാവകാശിയാ നബി മുഹമ്മദ് മുസ്തഫ. അതല്ലേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്?
എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, സുന്നത്ത് നോമ്പ് പോലും ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ നോക്കണ്ട. സുന്നത്ത് നോമ്പ് എന്ന് പറയുമ്പോൾ അറഫ നോമ്പ് അങ്ങനത്തെ നോമ്പല്ല, ബാക്കിയുള്ള സുന്നത്ത് നോമ്പ് ഒരു പെണ്ണ് നോക്കുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ പൊരുത്തമില്ലെങ്കിൽ അവൾ നോക്കാൻ പാടില്ല. അത്രത്തോളം പവർ ഉണ്ട് ആർക്ക്? ഭർത്താവ്. അതല്ലേ ഒരു പെണ്ണ് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ വന്ന് പറഞ്ഞത്, സ്ത്രീ ശക്തിയുടെ നേതാവായ, സ്ത്രീ സംഘത്തിന്റെ നേതാവായ ഒരു പെണ്ണ് വന്ന് പറയുന്നു, നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങളും ആണുങ്ങളും എല്ലാ വിഷയത്തിനും ഒരേപോലെ. എന്ത്? നിസ്കരിക്കുന്നു, നമ്മൾ നിസ്കരിക്കുന്നു. ഖുർആൻ ഓതുന്നുണ്ട്, നമ്മൾ ഖുർആൻ ഓതുന്നു. ഹജ്ജ് ചെയ്യുന്നുണ്ട്, നമ്മൾ ഹജ്ജ് ചെയ്യുന്നുണ്ട്. സക്കാത്ത് കൊടുക്കുന്നുണ്ട്, സക്കാത്ത് അവരും കൊടുത്തു വരും. എല്ലാ കാര്യത്തിലും ഞങ്ങളും ഒരുപോലെയാണെങ്കിൽ, സമാനാന്തരമാണെങ്കിൽ, നബിയേ, ഒരു കാര്യത്തിൽ മാത്രം നിങ്ങൾക്ക് അവകാശം നൽകണം നബിയേ. അല്ലാഹുവേ, പടച്ചവനെ മുത്തുനബിയോട് ആ പെണ്ണ് പറയാട്, ഹാദൽ ജിഹാദു കതബഹുല്ലാഹു അലൽ റിജാൽ. ഈ യുദ്ധം എന്ന് പറയുന്ന ഒരു ഏറ്റവും വലിയ ഇബാദത്തുണ്ടല്ലോ നബിയേ, ജിഹാദ് എന്ന് പറയുന്നതുണ്ടല്ലോ, അത് പുരുഷന്മാർക്ക് മാത്രമാണല്ലോ നബിയേ. വല്ലാത്ത പ്രതിഫലമാണല്ലോ യുദ്ധത്തിന്. അവരെങ്ങാലും മുസീബത്താക്കപ്പെട്ടാൽ വല്ലാത്ത കൂലിയാട്. അവരെങ്ങാലും കൊല്ലപ്പെട്ടു പോയാൽ അവരുടെ സർവ്വഭാഗങ്ങൾ, അവരുടെ രക്തം മുറ്റലോടുകൂടെ അല്ലാഹു പൊറുക്കുകയാണ്. മാത്രമല്ല, പടച്ചവന്റെ ലോകത്ത് അവരെങ്ങാനും മരണപ്പെട്ടു പോയാൽ പച്ചക്കിളികളായി പാറുകയാണ്. വല്ലാത്ത പ്രതിഫലമാണല്ലോ നബിയേ, വല്ലാത്ത പ്രതിഫലമാണല്ലോ നബിയേ. അല്ലാഹുവിന്റെ പരിശുദ്ധ റസൂലേ, ഞങ്ങൾക്ക് യുദ്ധമില്ലല്ലോ നബിയേ, ആ യുദ്ധത്തിന് ഞങ്ങൾക്കും സമ്മതിക്കണം നബിയേ. ഞങ്ങൾക്ക് അങ്ങനെയുള്ളൊരു ഇബാദത്ത് വേണം നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ പെണ്ണിനോട് പറയാട്, പ്രിയപ്പെട്ട പെണ്ണേ, നീ പറഞ്ഞുവല്ലോ നിങ്ങൾ എല്ലാത്തിലും സമാനന്തരക്കാരാണ്, പക്ഷേ യുദ്ധമില്ല, ശരിയാണ്. ആ യുദ്ധത്തിനെക്കാളും വലിയ ആരാധന നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ട് പെണ്ണ്. ആ യുദ്ധത്തിനേക്കാൾ പ്രതിഫലമുള്ള വലിയ ഇബാദത്ത് നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ ഉണ്ട് പെണ്ണേ. നീ മാത്രമല്ല, നീ കണ്ടെത്തിച്ച ഓരോരോ പെണ്ണുങ്ങളോടും നീ പറയണം, ഈ നിന്നോട് മാത്രമല്ല, ഈ ലോകാവസാനം വരുന്ന എല്ലാ പെണ്ണുങ്ങളോടും പറയണം, പെണ്ണേ, യുദ്ധത്തിനേക്കാൾ വലിയ പ്രതിഫലം കിട്ടുന്ന ഒരു ഇബാദത്ത് ഞാൻ പറഞ്ഞു തരികയാണ്. ആ ഇബാദത്ത് എന്തെന്നറിയോ? ഇന്ന താഅത്ത സൗജി വഇതിറാഫൻ ബിഹഖിഹി യഅദിൽ ജിഹാദ ഫീ സബീലില്ലാഹ്. നിന്റെ വീടിന്റെ ഉള്ളറയിലുള്ള നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, നിന്റെ യജമാനനുണ്ടല്ലോ, നിന്റെ പ്രിയപ്പെട്ട അവിടുത്തെ തോഴനുണ്ടല്ലോ, അവനെ നീ അനുസരിക്കുക എന്നുള്ളത്, അവന്റെ ഹക്ക് കൊണ്ട് നീ സമ്മതിക്കുക എന്നുള്ളത്, ആ ഭർത്താവിനെ വാരിപ്പുണരുക എന്നുള്ളത്, അവനെ കൊണ്ട് കിടന്നത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളത്, അവനെ ഒരു വാക്ക് കൊണ്ട് പോലും വേദനിപ്പിക്കാതിരിക്കുക എന്നുള്ളത്, ജിഹാദ് ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്നതിനേക്കാളും വലിയ പ്രതിഫലമുള്ളതാണ്. എന്നിട്ട് റസൂൽ പറഞ്ഞപ്പോൾ തന്നെ കഴിയില്ല, ഫഖലീലും മിൻകുന്ന മയ്യഫ്അലുഹു, എല്ലാവരും ചെയ്യയില്ല, കുറച്ചാളാണ് അനുസരിക്കുക, കുറച്ചുപേരെ അനുസരിക്കുള്ളൂ. ഭർത്താവിനെ അവിടുന്ന് അനുസരിക്കുക, അവന് സേവനം ചെയ്തു കൊടുക്കുക. അള്ളാന്റെ റസൂൽ പറയുന്ന ഒരു ഹദീസ് നോക്ക്, അള്ളാന്റെ റസൂൽ കൂടുതലൊന്നും വേണ്ട. ഇദാ ഗസലത് ഇംറാത്തുൻ സിയാബ സൗജിഹാ, ഒരു ഭർത്താവിന്റെ വസ്ത്രം ഒരു പെണ്ണ് അക്കി കൊടുത്താൽ, ഒരു ഭർത്താവിന്റെ വസ്ത്രം നാളെ ഒരു പെണ്ണ് കഴുകി കൊടുക്കുക, എന്നാലോ കതബല്ലാഹു ലഹാ അൽഫ് ഹസന, ആ പെണ്ണിന് 1000 കൂലി കിട്ടും. വഗുഫിറ ലഹാ അൽഫ് ഖതിയ, അവരുടെ 1000 പാപങ്ങളെ ഒരു നേരം 10 മിനിറ്റ് രസലക്കിയപ്പോൾ അല്ലാഹു തആല പുറത്തു കൊടുക്കുക. മാത്രമല്ല, വസ്തഗ്ഫറ ലഹാ, അവൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത് കുല്ലു ഷൈഇൻ ഹത്താ തത്ലു അശ്ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ, നാളെ സൂര്യൻ ഉദിക്കുന്നത് വരെ, ഇന്ന് രാത്രി പ്രഭാത രാത്രി കടന്ന പെണ്ണിന് വേണ്ടി ആകാശവും ഭൂമിയും സർവ്വചരാചരങ്ങളും അവൾക്ക് വേണ്ടി ദുആ ചെയ്യാം.
അതേ സമയത്തോ ഭർത്താവിനെ അനുസരിക്കാത്ത പെണ്ണ്, ഭർത്താവിനെ വേദനിപ്പിക്കുന്ന പെണ്ണ്, ഭർത്താവിനെ കുത്തുവാക്ക് കൊണ്ട് നോയിപ്പിക്കുന്ന പെണ്ണ്, ഭർത്താവിനെ കളിയാക്കുന്ന പെണ്ണ്, ഭർത്താവ് കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടാത്ത പെണ്ണ്, ഭർത്താവിനെ കിടപ്പറയിൽ വഞ്ചിക്കുന്ന പെണ്ണ്, ഭർത്താവിന്റെ സമ്പത്തിൽ വഞ്ചിക്കുന്ന പെണ്ണ് ഈ പെരുന്നാപ്പറമ്പിലുണ്ട് പെങ്ങളെ. അള്ളാന്റെ റസൂല് പറയുകയാണ്, ഏതെങ്കിലും ഒരു പെണ്ണ് അവളുടെ ഭർത്താവിനെ ഇടങ്ങീറാക്കുകയാ, വേദനിപ്പിക്കുകയാ, വിഷമിപ്പിക്കുകയാണ്. എന്നാൽ വാനലോകത്തുള്ള ചില പെണ്ണുങ്ങൾ പറയുകയാണ്, അള്ളാന്റെ റസൂല് പറയാണ്, ലാ തൂദിംറത്തുൻ സൗജത്തും ഫിദ്ദുന്യാ, ലാ തൂദിംറത്തുൻ സൗജഹാ ഫിദ്ദുന്യാ. ദുനിയാവിലുള്ള നിന്റെ ഒരു ഭർത്താവിനെയും പെണ്ണെ നീ വേദനിപ്പിക്കല്ലേ, നീ ഇടങ്ങീറാക്കല്ലേ, നീ വിഷമിപ്പിക്കല്ലേ. കാരണം എന്തെന്നറിയോ? ഇല്ലാ ഖാലതു സൗജതു മിനൽ ഊറുല്ലീൻ, സ്വർഗ്ഗലോകത്തുള്ളവന്റെ ഭാര്യയാകുന്ന ഊറുല്ലീൻ പറയാണ്, അവന് വേണ്ടി അല്ലാഹു നൽകുന്ന ഊറുല്ലീൻ എന്ന് പറയുന്ന പെണ്ണ് പറയുകയാ, എന്തെന്നറിയോ? ലാ തുദീ, ഇടങ്ങീറാക്കല്ല പെണ്ണേ, അവനെ വിഷമിപ്പിക്കല്ല പെണ്ണേ, അവനെ ബുദ്ധിമുട്ടിപ്പിക്കല്ല പെണ്ണേ. കാതലക്കില്ല, നീ ഹലാക്കായി പോടി, നീ നശിച്ചു പോടി. പെരുന്നാപ്പറമ്പിലുള്ള പെണ്ണുണ്ടല്ലോ, തന്റെ വീട്ടിലുള്ള ഭർത്താവിനോട് പിണങ്ങുമ്പോ, അവനെ വേദനിപ്പിക്കുമ്പോ, അവനെ കുത്തുവാക്കുകൊണ്ട് ശകാരിക്കുമ്പോ, അവന്റെ മനസ്സ് നോയിപ്പിക്കുമ്പോ, അവനോട് പിണങ്ങി കിടക്കുമ്പോ വാനലോകത്തുള്ള അവന്റെ ഭാര്യയാകുന്ന ഊർലീന് പറയാട്, പെണ്ണ് നീ നശിച്ചു പോടി, നീ ഹലാക്കായി പോടി. എന്നിട്ടോ ആ പ്രിയപ്പെട്ട ഊർലീൻ എന്ന് പറയുന്ന പെണ്ണ് ദുആ ചെയ്യുകയായ, യൂശികു ഫഇന്നമാ ഹുവ ഇൻദക ദഖീൽ, എന്തിനാണ് അവനെ വേദനിപ്പിക്കുന്നത്? എന്തിനാണ് നീ അവനെ ടെൻഷൻ അടിപ്പിക്കുന്നത്? അവന് വിരുന്നുകാരനാണടി. എപ്പോഴാണ് എന്റെ ലോകത്തേക്ക് മടങ്ങി വരാൻ പറ്റുകയെന്ന് പറയാൻ പറ്റാത്തവനാണടി. അതുകൊണ്ട് യൂശികു അൻ യുഫാരികക അലൈനാ, പെട്ടെന്ന് അല്ലാഹുവേ ആ ഭർത്താവിനെ നീ മരിപ്പിക്കണേ അല്ലാ, ആ പിണങ്ങിക്കിടക്കുന്ന ഭർത്താവിനെ നീ മരിപ്പിക്കണേ അല്ലാ. നിന്റെ ഭർത്താവ് നീ പിണങ്ങിക്കിടക്കുമ്പോ മരിക്കാൻ വേണ്ടി ആകാശ ലോകത്തുള്ള അവന്റെ ഊർലീനാകുന്ന ഭാര്യ ദുആ ചെയ്യുമെന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. പിണങ്ങിക്കിടന്നാല് ഊർലീന് പറയും, അല്ലാഹു അവനെ പെട്ടെന്ന് മരിപ്പിച്ച് എന്റെ ലോകത്തേക്ക് കൊണ്ടുപോകാം. അപ്പൊ അറ്റാക്കിലൂടെ മരിക്കും, വാഹനാപകടത്തിലൂടെ മരിക്കും, എന്തെങ്കിലും ദുരന്ത മരണങ്ങളിലൂടെ മരിക്കും. ഭർത്താവ് പെട്ടെന്ന് മരിക്കാൻ ഒരു പെണ്ണിന്റെ കഴിവ് മരിപ്പിക്കാൻ പിണങ്ങിക്കിടന്നാൽ മതി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു സംഭവം പറഞ്ഞവസാനിപ്പിക്കാം. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്ടിലേക്ക് വന്നു. വരുമ്പോ ഫാത്തിമയുടെ കണ്ണിങ്ങനെ നിറഞ്ഞിരിക്കുക. ഫാത്തിമയുടെ കണ്ണപടന്ന് ചുകന്നിരിക്കുകയാണ്. ഫാത്തിമയുടെ വർണ്ണം മാറിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഫാത്തിമയെ കണ്ടപ്പോൾ തന്നെ തന്റെ കരളിന്റെ കഷ്ണമാകുന്ന തങ്കക്കുടമാകുന്ന ഫാത്തിമയെ കണ്ടപ്പോ ഫാത്തിമയോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മാലകിയ ഫാത്തിമ, എന്ത് പറ്റി ഫാത്തിമ? എന്താണ് ഫാത്തിമ? വല്ലാത്ത ഒരു വികാര നിർഭരളായാണല്ലോ നിന്നെ കാണുന്നത്. നിനക്കെന്ത് പറ്റി ഫാത്തിമ? ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പറയാണ്, മുത്ത് റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് പറയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ, ഇന്നലത്തെ രാത്രി ഉണ്ടല്ലോ, എന്റെയും മലിയാരുടെയും ഇടയിൽ നമ്മൾ തമാശ പറയാൻ തുടങ്ങി. ആ തമാശ അങ്ങോട്ട് കാര്യമായി വലിയ തർക്കത്തിനെത്തിയത്. അവസാനം അലിയാർ തങ്ങൾ എന്നോട് ചൊടിച്ചു നബിയേ, അലിയാർ തങ്ങൾ എന്നോട് പിണങ്ങിക്കിടന്നു നബിയേ, അലിയാർ തങ്ങൾ എന്നോട് പിണങ്ങിക്കിടന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഞാൻ അലിയാർ തങ്ങളുടെ മുഖത്തിൽ ആ ക്രോധം കണ്ടപ്പോ, ആ ചൊടിയുടെ അടയാളം കണ്ടപ്പോ, അലിയാർ തങ്ങളുടെ മനസ്സിൽ ഒരു സങ്കടം വന്നത് കണ്ടപ്പോ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ അലിയാറുടെ ചുറ്റുഭാഗത്ത് 72 തവണ ചുറ്റുകയാ. അലിയാർ തങ്ങളുടെ ചുറ്റുഭാഗത്ത് 72 തവണ ചുറ്റുകയാണ്. എന്നിട്ടും അലിയാർ തങ്ങളോട് ഞാൻ പറയാണ്, ഇർദി അന്നിയ അലി, അലിയാരെ
എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അലിയേ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണേ അലിയേ, ഞാനൊരു വല്ലാത്ത പാപം ചെയ്തു പോയി അലിയേ. അലിയാർ തങ്ങൾ 72ാമത്തെ തവണ ചുറ്റുമ്പോ അവിടുന്ന് പുഞ്ചിരിച്ചു നബിയേ, അവിടുന്ന് പുഞ്ചിരിച്ചു നബിയേ. ആ പുഞ്ചിരി കാണുമ്പോഴാണ് എനിക്ക് സമാധാനമായി പോയത്. എനിക്ക് ചോദിക്കാനുള്ളത് നബിയേ, ആ 72 തവണ ഞാൻ ചുറ്റുമ്പോഴും അലിയാർ തങ്ങളുടെ വല്ലാത്ത വേജാറിലായിരുന്നു, സങ്കടത്തിലായിരുന്നു, കോപിച്ചയാളായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ട നബിയേ, അലിയാർ പൊരുത്തപ്പെട്ട് ഇപ്പോൾ എനിക്ക് തന്നു. എനിക്ക് വല്ല കുറ്റമുണ്ടോ നബിയേ? എനിക്ക് വല്ല കുറ്റവുമുണ്ടോ? ഭർത്താവ് വീട്ടിൽ നിന്ന് മകൾ ഫോൺ വിളിച്ച് പറയാണ്, എന്റെ ഭർത്താവ് ഇന്നലെ 2 അടിച്ചെനിക്ക്. ബാപ്പന്മാരെന്താ പറയാ, നമ്മള് കെട്ടും കെട്ടിയിട്ട് വാ, ആടെ നിക്കണ്ട, നീ അല്ലേ, നമുക്ക് വേറെ ആപ്പിളനെ നോക്കാം. അങ്ങനെയല്ല നമ്മളെ അവസ്ഥ. പാപ്പയാകുന്ന മുത്തുനബി തങ്ങൾ പറഞ്ഞത് എന്തെന്നറിയോ? ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അന്നയോട് കരളിന്റെ കഷ്ണത്തോട് പറഞ്ഞത് എന്തെന്നറിയോ? യാ ഫാത്തിമ, പ്രിയപ്പെട്ട ഫാത്തിമ, നിന്നോട് എനിക്ക് പറയാനുള്ളത്, ലൗ മുത്തി ഖബല അൻ തുർദിയ അലീലം മുസല്ലി അലൈകി. 72 തവണ നീ ചുറ്റിയല്ലോ, അതിനിടയിലെങ്ങാലും നീ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടിരുന്നുവെങ്കിൽ, നീ ഇവിടെ പറഞ്ഞിരുന്നുവെങ്കിൽ ഫാത്തിമ, നിന്റെ പേരിൽ ഞാൻ മയ്യത്ത് നമസ്കരിക്കൂലായിരുന്നു ഫാത്തിമ, നിന്റെ പേരിൽ ഞാൻ മയ്യത്ത് നിസ്കരിക്കൂലായിരുന്നു ഫാത്തിമ. എന്നിട്ടും അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, നിനക്കറിയോ ഫാത്തിമ, ഭർത്താവ് എന്ന് പറഞ്ഞാൽ നിനക്കറിയോ ഫാത്തിമ, ഇന്ന റിള സൗജി ഹുവ റിളല്ലാഹ്. ഒരുപാട് കാലമായില്ല ഫാത്തിമ നീ അല്ലാഹുവിന്റെ പൊരുത്തം തേടാൻ വേണ്ടി നിസ്കരിക്കുന്നത്, ഖുർആൻ ഓതുന്നത്, സ്വതഖ ചെയ്യുന്നത്, ആരാധന ചെയ്യുന്നത്, നന്മകൾ ചെയ്യുന്നത്. അല്ലാഹുവിന്റെ പൊരുത്തമുണ്ടോ എന്ന് നിനക്കറിയണോ? ഇപ്പോഴും തന്നെ പടച്ചോന്റെ അടുത്ത് പോകാൻ കഴിയില്ല ഫാത്തിമ. നീ നിന്റെ വീട്ടിലുള്ള അലിയുടെ അടുത്ത് പോയി ചോദിക്കണം, അലിയെ എന്നോട് നിനക്ക് പൊരുത്തമുണ്ടോ എന്ന് ചോദിക്കണം. അലി എങ്ങാലും അവിടെ നിന്ന് പൊരുത്തമുണ്ടെന്ന് പറഞ്ഞാൽ അത് അള്ളാന്റെ പൊരുത്തമാണ് ഫാത്തിമ. പെരുന്നാപ്പറമ്പിലുള്ള ഉമ്മ, അള്ളാന്റെ പൊരുത്തം തേടാൻ വേണ്ടി ഇവിടെ വന്നവളെ, നിനക്ക് അള്ളാന്റെ പൊരുത്തമുണ്ടോ എന്നറിയണം. എങ്കിലും നിന്റെ വീട്ടിലുള്ള ഭർത്താവിനോട് ഇന്ന് പോയി ചോദിക്കണം, ഇക്കാ എന്നോട് നിങ്ങൾക്ക് വല്ല കോപവുമുണ്ടോ, വല്ല വേദനയുണ്ടോ, എന്നോട് നിങ്ങൾക്ക് പൊരുത്തമാണോ എന്ന് പറഞ്ഞപ്പോ ആ പ്രിയപ്പെട്ടവൻ നിറകണ്ണുകളോടുകൂടെ കെട്ടിപ്പിടിച്ച് പറയാ, നിന്നോട് പൊരുത്തമാണ് പ്രിയപ്പെട്ടവളെ, പൊരുത്തമാണ്. അങ്ങനെ എങ്ങാനും നിന്റെ ഭാര്യ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കൊണ്ട് നിനക്ക് പറയിപ്പിക്കാൻ കഴിഞ്ഞാൽ ആ കിട്ടുന്നത് അല്ലാഹുവിന്റെ പൊരുത്തമാ. എന്നിട്ടോ അല്ലാഹുവിന്റെ റസൂല് പറയാണ്, പൊന്നുമോളെ, അയ്യുമംറാത്തിൻ അബദത്ത് ഇബാദത്ത് കഇബാദത്തി മറിയം. ഒരു പെണ്ണ് ഭൗതിക ലോകത്ത് ഇബാദത്ത് ചെയ്യുകയാണ്. എങ്ങനെയുള്ള ഇബാദത്ത് എന്നറിയോ? പടച്ചവന്റെ ഭൗതിക ലോകത്ത് ആർത്തവം ഉണ്ടാവാത്ത അള്ളാന്റെ പള്ളിയിൽ ഇന്നേ വരെ ലോക ചരിത്രത്തിൽ ഒരു പെണ്ണിന് ഭാഗ്യം കൊടുക്കാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത പ്രവാചകന്റെ ഉമ്മയായ മറിയം ബീവിയുടെ ഇബാദത്താണ് ഒരു പെണ്ണ് ഭൗതിക ലോകത്ത് ചെയ്യുന്നത്. പുറത്തോട്ട് സഞ്ചാരമില്ല, ആരുടെയും ബന്ധമില്ല, ഒരു സംസാരവുമില്ല. ഇബാദത്തിന്റെ ഒരുപാട് നീറുറവുകൾ പടച്ചവന് വേണ്ടി സമർപ്പിച്ച മറിയമിന്റെ ആരാധനയാണ് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോളെ നീ ചെയ്യുന്നത്, എന്റെ പ്രിയപ്പെട്ട പെരുന്നാൾ പടവിലുള്ള പെണ്ണെ നീ ചെയ്യുന്നത്. എന്നിട്ടോ പെരുന്നാപ്പറമ്പിലുള്ള ഭർത്താവിന് നിന്നോട് തൃപ്തിയില്ല, അവന് നിന്നോട് പിണക്കത്തിലാണ്, അവന് നിന്നോട് കുശുമ്പിലാണ്, അവന് നിന്നോട് വല്ലാത്ത ചുടിയിലാണ്. എന്നാൽ പെണ്ണേ, നിന്റെ സുന്നത്തും അല്ലാഹ്ക്ക് വേണ്ട, നിന്റെ ഫർളും അല്ലാഹ്ക്ക് വേണ്ട. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാണ്, യാ ബിന്തി അഫ്ളലി അമാലിൻ നിസാ. പെണ്ണേ, പൊന്നുമോളെ, അല്ലാഹുവിന്റെ ഭൗതിക ലോകത്ത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പെണ്ണ് രാമനെന്തെന്നറിയോ? പെരുന്നാപ്പറമ്പിലുള്ള ഒരു പെണ്ണിന്റെ നല്ല അമലെന്തെന്നറിയോ?
അവരുടെ നിസ്കാരമല്ല, അവരുടെ ഖുർആനല്ല, അവരുടെ സ്വതഖയല്ല, അവരുടെ ആരാധനയല്ല, അവരുടെ മക്കളെ നോക്കുന്നതല്ല, അവരുടെ ഇബാദത്തുകളല്ല, പാതിരാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കുന്ന നിസ്കാരവും കൂടിയല്ല. പിന്നെ ഭൗതിക ലോകത്ത് നീ ചെയ്യുന്ന ഏറ്റവും വലിയ ആരാധന എന്തെന്നറിയോ? ഇതാഅത്തുസ് സൗജ്, ഇതാഅത്തുസ് സൗജ്. നിന്റെ ഭർത്താവിനെ നീ അനുസരിക്കല. ആ ഭർത്താവിനെ അനുസരിച്ചു, അവനെ വല്ലാതെ സ്നേഹിച്ചു, അവന് തന്നത് കൊണ്ട് പൊരുത്തപ്പെട്ടു. ഭർത്താക്കന്മാർ ഈ പറഞ്ഞ ബാധ്യതകളെ മുറുകെ പിടിച്ചാൽ നാളെ അള്ളാന്റെ ലോകത്ത് ഒന്നാമത്തെ സീറ്റിൽ സ്വർഗത്തിന്റെ ആട്ടത്തൊട്ടിലിരുന്ന് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ഉല്ലസിക്കുമ്പോൾ മാലാകന്മാർ നിങ്ങളെ കൊച്ചുമക്കളെ പോലെ താരാട്ടുപാടി അങ്ങോട്ടും ഇങ്ങോട്ടും മാട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു ആ വിഭാഗത്തിൽ പെടുത്തട്ടെ.